اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الصلاة والسلام عليك يا رسول الله، خذ بيدي قلت هيلتي أدركني يا حبيب الله. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. صدق الله مولانا العليم. وقال نبينا محمد صلى الله عليه وسلم إن لكل داء دواء ودواء الذنوب الاستغفار يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. فاعلموا أمة سيدنا ومولانا محمد. സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, വന്യരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് പരിശുദ്ധ റമളാനിലെ രണ്ടാം ഭാഗമായ പാപമോചനത്തിന്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പുണ്യ റമളാനിന്റെ വിജ്ഞാന സദസ്സിൽ, അതും അല്ലാഹുവിന്റെ പള്ളിയിൽ നല്ല ഒരു സമയത്ത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആരിഫീങ്ങളിൽ പ്രമുഖനായ മഹാനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ പ്രാർത്ഥനയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിൽ ഒത്തുകൂടുക എന്നുള്ളത് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഇതുപോലെ നാളെ സ്വർഗലോകത്തും ഞങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നീ ഇഷ്ടപ്പെടുന്ന അടിയാറുകളിൽ ഞങ്ങൾക്കൊക്കെ സ്ഥാനം നൽകണമേ അല്ലാഹ്. പുണ്യ റമളാനിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണം അല്ലാഹുവേ. സ്വീകരിക്കണമേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത അഭിവന്ദരായ വല്ല പ്രഭാഷണം നിങ്ങളൊക്കെ വർഷങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൊപ്പം റമളാൻ പ്രഭാഷണം എന്നുള്ളത് വളരെ പ്രശസ്തി നേടിയ ഒരു സദസ്സാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. അതിനിടയിൽ ഉസ്താദുമാരുടെയും ഭാരവാഹികളുടെയും അഭ്യർത്ഥന മാനിച്ച് ഇവിടെ എത്തിച്ചേർന്നതാണ്. വിശ്വാസി പ്രതീക്ഷയിലാണ് എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ശീർഷകം. അല്ലാഹു നല്ല നിലയിൽ പറയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വിശ്വാസികൾക്ക് ഒരുപാട് പ്രതീക്ഷ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. വിശ്വാസികളാണ് പ്രതീക്ഷയുടെ വഴിയിലൂടെ കടന്നു പോകേണ്ടവരും. അവന്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും ഓരോ വാക്കുകളും പ്രവൃത്തികളും
വലിയ പ്രതീക്ഷകളാണ് അള്ളാഹുവിൽ നിന്ന് അവനക്ക് ലഭിക്കുന്നത്. ഒരിക്കലും അവൻ നിരാശപ്പെടേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂറത്തു സുമറിലൂടെ ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ആരാണ് വിശ്വാസി എന്നുള്ളതും എന്താണ് വിശ്വാസികൾക്ക് ലഭിക്കുന്ന പ്രതീക്ഷ എന്നുള്ളതും നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. ആരാണ് വിശ്വാസി? അല്ലാഹു തന്നെ വിശ്വാസിയെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആരാണ് വിശ്വാസിയെന്ന്, എങ്ങനെയുള്ള വിശ്വാസികൾക്കാണ് പ്രതീക്ഷ ലഭിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വ്യക്തമാക്കുകയാണ്. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇദാ ദുകിറല്ലാഹ്, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ വജലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കിടകിടാ വിറക്കുന്നതാണ്. പടച്ച റബ്ബിൽ ഭയപ്പെട്ടുകൊണ്ട് അവർ ഏറ്റവും വലിയ ഭയപ്പാടിനടിമപ്പെടുന്നതാണ്. വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവരുടെ അരികിൽ വെച്ച് ഓതപ്പെട്ടാൽ സാദത്തുഹും ഈമാന, അവരുടെ ആ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അവരുടെ സർവ്വകാര്യങ്ങളും പടച്ച റബ്ബിൽ സമർപ്പിക്കുന്നവരാണ്. അല്ലാഹ് എന്ന് പറയുമ്പോഴേക്കും കണ്ണുനീര് വരുന്നവർ, ഹൃദയം കിടുകിടാ വിറക്കുന്നവർ, അവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തെ സർവ്വവിശ്വാസികളുടെ ഈമാന് തുലാസിന്റെ ഒരു ഭാഗത്ത് വെച്ചാലും അപ്പുറത്ത് സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാന് വെക്കുന്നുവെങ്കിൽ ഏറ്റവും കനന്തൂമുന്നൊരു സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനാണെന്ന് പഠിപ്പിച്ചല്ലോ. അവ്വലു മൻ ആമന ബി അബൂബക്കർ, എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ചത് അബൂബക്കറാണ്. വ അവ്വലു മൻ സവ്വജനി അബൂബക്കർ, എനിക്കൊരു കന്യകയെ ആദ്യം വിവാഹം ചെയ്തു തന്നതും അബൂബക്കറാണ്. വ അവ്വലു മൻ സദ്ദഖ അബൂബക്കർ, എന്ന് ആദ്യം വാസ്തവമാക്കിയതും അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. ആദ്യമായി വിശ്വാസത്തിന്റെ വഴിയിലേക്ക് പ്രവാചകനെ വിശ്വസിക്കാൻ കടന്നു വന്നത് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് അവരെ വിശ്വാസികളുടെ നായകന്റെ ഏറ്റവും വലിയ രൂപത്തിലെത്തിയത്? في خد صديق من الخلفاء خطان أسودان من بكائي, സിദ്ദീഖ് തങ്ങളുടെ രണ്ട് കവൾത്തടത്തിലും കറുത്ത രണ്ട് വരകളുണ്ടായിരുന്നു. ഏതെങ്കിലും കുട്ടികൾ കരിക്കട്ടകൾ കൊണ്ട് വരഞ്ഞുണ്ടാക്കിയ വരകളല്ല. في خد صديق من الخلفاء, ഖുലഫാഉർ റാഷിദുകളിൽപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ രണ്ട് കവൾത്തടത്തിലും കറുത്ത രണ്ട് വരകളുണ്ടായിരുന്നു. മിംബുകായി, അത് കരഞ്ഞിട്ട് കണ്ണുനീരൊഴുകിയതിന്റെ അടയാളം കൊണ്ടുണ്ടായ വരകളായിരുന്നു. എങ്ങനെ കരഞ്ഞുവെന്നറിയുമോ? സിട്ടി തമ്പുരാനെ കുറിച്ചോർത്തോർത്ത് കരയുകയാണ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് കരയുന്നു. പടച്ച റബ്ബേ, ഇതിന് നന്ദി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നോർത്തിട്ട്. അതാണ് വിശ്വാസി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തകാസുറിന്റെ അവസാനത്തെ വചനം ഇറങ്ങിയപ്പോ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് കടന്നു വരാനുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസമാണ്. നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തെക്കുറിച്ച്, നിങ്ങൾക്ക് നൽകിയ വെള്ളത്തെക്കുറിച്ച്, നിങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തെക്കുറിച്ച്, നിങ്ങൾക്ക് നൽകിയ സമ്പത്തിനെ കുറിച്ച്, നിങ്ങൾക്ക് നൽകിയ വിജ്ഞാനത്തെക്കുറിച്ച്, നിങ്ങൾക്ക് നൽകിയ സൗകര്യങ്ങളെക്കുറിച്ച്, നിങ്ങൾക്ക് നൽകിയ സുഖലോലുപതയെക്കുറിച്ച്, ആ അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി ചോദ്യം ചെയ്യുന്ന ദിവസമുണ്ടെന്നുള്ള ആയത്തിറങ്ങിയപ്പോ പിന്നീട് സിദ്ദീഖുൽ അക്ബർ പേടിച്ചു വിറച്ച് ഹൃദയം കിടുകിടാ വിറക്കുന്ന അവസ്ഥയിൽ മഹാനവരകൾക്ക് ഭക്ഷണത്തിന്റെ രുചി അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, പിന്നെ 2-3 ദിവസം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. മിംബുകായി, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിശ്വാസികളുടെ മുഴുവൻ ആളുകളെ ഈമാൻ തുലാസിന്റെ ഒരു ഭാഗത്ത് വെച്ചാലും സിദ്ദീഖുൽ അക്ബറിന്റേതാണ് അപ്പുറത്തതെങ്കിൽ അത് കനന്തൂങ്ങുമെന്ന് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്
അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് കരഞ്ഞു ഓരോ സെക്കൻഡിലും. നമ്മൾ ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹ് എന്നുള്ള ചിന്ത ഓരോ സെക്കൻഡിലും വരുന്നുണ്ടോ? അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹു തന്നെ പറയുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, അള്ളാഹുവിന്റെ നാമങ്ങളിൽ അനുഗ്രഹീതമായ നാമം കൊണ്ട് തുടങ്ങുന്ന അധ്യായം. അതാ അധ്യായത്തിന്റെ പേര് തന്നെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പേരാണ്, സൂറത്തുർ റഹ്മാൻ. ഇവിടെ അല്ലാഹ് പറയുന്നു, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. റഹ്മാനായ റബ്ബിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു, ആരാണ് റഹ്മാൻ? അവൻ ഖുർആൻ പഠിപ്പിച്ച, അത് തന്നെയാണ് ഏറ്റവും വലിയ കാരുണ്യം. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എത്രമേൽ അധികമാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു ഒരു പുരുഷന്റെ മുതുകിൽ നിന്ന് ഇന്ദ്രിയത്തുള്ളികൾ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കുകയാണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ثم جعلناه في قرار مكين. അല്ലാഹു പറയുന്നു, സുരക്ഷിതമായ, അണുബാധ ഏൽക്കാത്ത, ഉഷ്ണത്തിന്റെയോ ശൈത്യത്തിന്റെയോ കാഠിന്യമേൽക്കാത്ത, മഴയുടെയോ കാറ്റിന്റെയോ വെയിലിന്റെയോ പ്രയാസമേൽക്കാത്ത, ആരെന്ത് ചെയ്താലും ക്ഷതമേൽക്കുന്ന അവസ്ഥ വരാത്ത സുരക്ഷിതമായ ഒരു അറയിൽ അള്ളാഹു നിക്ഷേപിക്കുകയാണ്. ഇതോർത്തിട്ടാണ് സിദ്ദീഖുൽ അക്ബർ കരയുന്നത്. അതാ വിശ്വാസി. പിന്നെയോ, ഒരു ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് ഒരു കുഞ്ഞിനുള്ള ജന്മത്തിന്റെ തുടക്കം ആരംഭിക്കുന്നത് മുതൽ 22ാമത്തെ ദിവസത്തിൽ ആ കുഞ്ഞിന് ഹൃദയമിടിപ്പ് ആരംഭിക്കുകയാണ്. 4ാമത്തെ മാസത്തിലാണ് റൂഹുദെങ്കിലും അതിനു മുമ്പേ ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നു. ഹൃദയമിടിപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റിൽ ശരാശരി 72 തവണ ഹൃദയം മിടിക്കണമെങ്കിൽ അത് കുറഞ്ഞു പോയാലും മനുഷ്യന് കേട് തന്നെയാ, അത് കൂടിയാലും മനുഷ്യന് പ്രയാസം തന്നെയാണ്. ഇത് നിയന്ത്രിക്കുന്നതാരാ? കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തല്ലേ. ഈ അനുഗ്രഹം ഓർത്തിട്ടാണ് സത്യവിശ്വാസികളുടെ നായക രൂപത്തിൽ പരിശുദ്ധ പ്രവാചകൻ പരിചയപ്പെടുത്തിയ സിദ്ദീഖുൽ അക്ബർ കരഞ്ഞുപോയത്. അങ്ങനെയുള്ള ഒരു വിശ്വാസിയാകാൻ നമുക്ക് കഴിയണം എന്റെ പ്രിയപ്പെട്ടവരെ. ഈ ഹൃദയമിടിപ്പ് 22ാമത്തെ ദിവസത്തിൽ തുടങ്ങിയെങ്കിൽ അത് അവസാനിക്കുമ്പോഴാണ് ആ മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്നത്. ആ ഹൃദയമിടിപ്പ് അവസാനിക്കുമ്പോൾ ഒരുപക്ഷെ ബുദ്ധി അതിനു മുമ്പേ മരണപ്പെട്ടേക്കാം. പല ആളുകളുടെയും ബുദ്ധി മരണപ്പെടാം, പക്ഷെ അവരുടെ ഹൃദയം മരണപ്പെടാറില്ല. ഹൃദയം മരിക്കുമ്പോഴാണ് ആ മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്നത്. ഹൃദയം മരിക്കുമ്പോഴാണ് മരണം സംഭവിച്ചു എന്ന് പറയുന്നത്. അതിനു മുമ്പേ ഒരുപക്ഷെ അവന്റെ ബുദ്ധി മരണപ്പെടാം, അവന്റെ ശരീരങ്ങൾക്ക് മരണം സംഭവിക്കാം. എന്നാൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് 22ാമത്തെ ദിവസത്തിൽ തുടങ്ങി ഒരു ദിവസത്തിൽ തന്നെ ഒരു മിനിറ്റിൽ ശരാശരി 72 തവണ പ്രിയപ്പെട്ടവരെ ഹൃദയമിടിപ്പ് നടക്കണമെങ്കിൽ അത് ഒരു മണിക്കൂറിൽ എത്ര തവണയാണ്? ഒരു ദിവസത്തിൽ എത്ര തവണയാണ്? ഒരു ആഴ്ചയിൽ എത്ര തവണയാണ്? ഒരു മാസത്തിൽ എത്ര തവണയാ? ഒരു വർഷത്തിൽ എത്ര തവണയാ? അത് ഒരു ആയുസ്സിൽ കണക്കാക്കുമ്പോ എണ്ണി കണക്കാക്കാൻ പോലും കഴിയാത്ത അത്രയും തവണ ഹൃദയമിടിപ്പ് നടക്കുകയാണ്. അതിന് തകരാറ് പറ്റുമ്പോ മനുഷ്യന്റെ ജീവിതം താളം തെറ്റുകയാണ്. അവൻ ഏറ്റവും വലിയ രോഗത്തിനടിമപ്പെടുകയാണ്. അവൻ ഏറ്റവും വലിയ തളർച്ചക്കടിമപ്പെടുകയാണ്. ഇതിനെ നിയന്ത്രിക്കുന്നവനാരാ? സൃഷ്ടി തമ്പുരാനല്ലേ. അതോർത്തിട്ടാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസികൾ കരയുന്നത്. അല്ലാഹുവിനെ ഓർമ്മ വരികയാണ്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും. ഓരോ സെക്കൻഡുകളും ശ്വാസമയക്കുമ്പോ, ശ്വാസോച്ഛ്വാസം നടത്തുമ്പോ അവനക്ക് ഓർമ്മ വരുന്നു ഇത് പരിപാലിക്കുന്ന അല്ലാഹുവിനെ. അവൻ ഇങ്ങനെ വിങ്ങിപ്പൊട്ടുകയാണ്, അവൻ തനിച്ചിരുന്ന് കരയുകയാണ്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യ കുഞ്ഞിന് ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് വെള്ളം നൽകുന്നതും അന്നം നൽകുന്നതും ആരാ? തമ്പുരാനെ. ഒരാൾക്കും അത് നിയന്ത്രിക്കാൻ സാധ്യമല്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊക്കിൾക്കുടിയിലൂടെ നൽകുക. നീ ചിന്തിക്കണം. ആ കുഞ്ഞ് ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടോ ആ കുഞ്ഞിന്റെ പൊക്കിൾക്കുടി കട്ട് ചെയ്യാറുണ്ട്. ഉമ്മയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ കട്ട് ചെയ്ത് ആ കുഞ്ഞിന് സ്വാതന്ത്ര്യം നൽകാറുണ്ട്.
ആ പൊക്കിൾ കൂടെ കട്ട് ചെയ്യുന്ന സന്ദർഭത്തില് ആ കുഞ്ഞിന് അന്നം നിലക്കുകയാണ്, വെള്ളം നിലക്കുകയാണ്. ആ കുഞ്ഞ് അട്ടഹസിച്ച് കരയുകയാണ്. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ കുഞ്ഞ് അട്ടഹസിച്ച് കരയുന്നത് എന്തിനാ? ആ കുഞ്ഞിന് പൊക്കിൾ കൂടി കട്ട് ചെയ്യുമ്പോ ആ കുഞ്ഞിന് പ്രിയപ്പെട്ടവരെ തൊണ്ടയിലുള്ള വെള്ളം പോലും വറ്റി വരണ്ട് പോവുകയാണ്. ശാസ്ത്രലോകം പറയുന്നു അത് കാരണമായിട്ട് ആ കുഞ്ഞിന് മരണം വരെ സംഭവിക്കാം. അവിടെയും അല്ലാഹുവിന്റെ അനുഗ്രഹം. ഇത് ഓർക്കുകയാണ് മഹാന്മാർ. ഏതൊരു മനുഷ്യനും കരയുമ്പോ കണ്ണ് തുറന്നു പിടിച്ചിട്ടാ കരയാ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ കണ്ണ് പ്രിയപ്പെട്ടവരെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമ്പോ ഒരു കുഞ്ഞ് കരയുന്നത് കണ്ണടച്ചു പിടിച്ചിട്ടാണ്. ഇതിനെക്കുറിച്ച് പറയുന്നു. എന്തുകൊണ്ടാണ് കണ്ണടച്ച് പിടിക്കുന്നതെന്നറിയുമോ? കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കണ്ണടക്കുമ്പോ കണ്ണിൽ നിന്നുള്ള കണ്ണുനീര് തൊണ്ടയിലേക്ക് നനച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ആ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ കഴിയുന്നത്. കൊപ്പം പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നല്ലവരിൽ നല്ലവരായ സഹോദരങ്ങളെ ചിന്തിക്കണം. നാമൊക്കെ അങ്ങനെ കടന്നു വന്നതാണ്. ആ നനവ് കണ്ണുനീരാകുന്ന നനവ് നമ്മുടെ തൊണ്ടയിലേക്ക് ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ജീവൻ നിലനിർത്താൻ സാധ്യമാകുമായിരുന്നില്ല. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്. ഇത് സംവിധാനിച്ച അല്ലാഹനെ ഓർക്കുന്നവരാ വിശ്വാസികൾ എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. അതില്ലായിരുന്നുവെങ്കിൽ ഒരു മനുഷ്യനും ഇവിടെ ജീവൻ നിലനിർത്താൻ കഴിയില്ല. ഇതൊക്കെ സംവിധാനിച്ചതാരാ? സിദ്ദീഖുൽ കരയാണ്. അല്ലാഹു തന്ന നിഅമത്തുകളെ ഓർത്തിട്ട് പടച്ച റബ്ബിന്റെ ഓരോ ഘട്ടങ്ങളിലുമുള്ള നിഅമത്ത്. പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. ഒരു സ്ത്രീ പ്രസവിക്കുമ്പോ, പ്രസവത്തിന്റെ ആ സമയമാകുമ്പോ അവളുടെ ഗർഭപാത്രം വികസിച്ചതിന്റെ മൂർധന്യ രൂപത്തിലെത്തും. ഞാൻ ഓർത്തുപോകുന്നു, പരിചയത്തിലുള്ള ഒരു സഹോദരന്റെ ഭാര്യ പ്രസവിച്ച ഉടനെ നിലക്കാത്ത രക്തപ്രവാഹം. അത്യാധുനിക സൗകര്യമുള്ള മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നിമിഷങ്ങൾ കൊണ്ടെത്തിക്കണമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി അവരുടനെ തന്നെ ആ സ്ത്രീയുടെ യൂട്രസ് റിമൂവ് ചെയ്യുകയാണ്, ഗർഭപാത്രം നീക്കം ചെയ്യുകയാണ്. ആ ഭർത്താവിന്റെ സമ്മതം ചോദിച്ചില്ല, പിതാവിന്റെ സമ്മതം ചോദിച്ചില്ല, ആരുടെയും സമ്മതം ചോദിക്കാതെ ഗർഭപാത്രം നീക്കം ചെയ്തു. എന്നിട്ട് നീക്കം ചെയ്തിട്ട് അവർ പറയാ, ഈ സ്ത്രീയുടെ ജീവൻ രക്ഷപ്പെടുത്തലാണ് ഞങ്ങളുടെ പ്രാഥമികമായ ബാധ്യത. അതുകൊണ്ടാണ് ഞങ്ങൾ സമ്മതം ചോദിക്കാൻ, ഈ വിഷയത്തിൽ സമ്മതം ചോദിക്കണമെന്നില്ല. കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ഡോക്ടർമാര് പറയുകയാണ്, ഒരു സ്ത്രീയുടെ ഗർഭപാത്രം പ്രസവത്തോടെടുക്കുമ്പോ വികസിച്ചതിന്റെ മൂർധന്യതയിലെത്തും. അതൊരു പ്രത്യേകമായ ഒരു നേരിയ രീതിയിലുള്ളതാണ്. അതിന് ചുറ്റുമായി ദൈവം തമ്പുരാൻ, അവര് പറഞ്ഞ ശൈലി എങ്ങനെയാ? ചുറ്റുമായി ദൈവം തമ്പുരാൻ ഒരുപാട് ഞരമ്പുകളെ ആവരണം ചെയ്തിട്ടുണ്ട്. പ്രസവം അത് സ്വാഭാവികമായി നടന്നാൽ അതിങ്ങനെ ആ ഗർഭപാത്രം വികസിച്ചത് മടങ്ങി ഒരു ടവല് മടക്കി വെച്ചതുപോലെ സ്ത്രീയുടെ ആ ഗർഭാവസ്ഥയുടെ അവസ്ഥയിൽ തന്നെ അവരുടെ വയറിന്റെ ഉള്ളിൽ തന്നെ അല്ലാഹു മടക്കി വെക്കുകയാണ്. അത് ഒരു ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ അടിച്ചിട്ട് പെട്ടെന്നൊന്ന് മടങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ അത് മടങ്ങൂല. അത് ദൈവം തമ്പുരാന് മാത്രമേ കഴിയുള്ളൂ. ഡോക്ടർമാര് പറയാ, അത് മടങ്ങുന്നതിൽ താമസം വന്നാൽ ഈ ഞരമ്പുകൾക്ക് ക്ഷതമേൽക്കും. അപ്പോൾ അതിശക്തമായ ബ്ലീഡിംഗ് ഉണ്ടാകും, മരണം വരെ സംഭവിക്കും. 99% മരിക്കാറാണ്. 1% ആ ദൈവത്തിന്റെ കാരുണ്യമുണ്ടെങ്കിൽ രക്ഷപ്പെടുകയും ചെയ്യും. അവർ പറയാം, ഇത് ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇതോർത്തിട്ടാണ് പ്രിയപ്പെട്ടവനെ സത്യവിശ്വാസികൾ കരയുന്നത്. ഒരു സെക്കൻഡ് പോലും അള്ളാഹ് എന്നുള്ള ചിന്തയിൽ നിന്ന് വിശ്വാസികൾ മാറി നിൽക്കൂല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ ബാത്റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ നമ്മൾ പറയാറുണ്ട്, ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാബ അഫാനി. ഖുർആനൊക്കെ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു. അൽഹംദുലില്ലാഹ്, സർവ്വസ്തുതിയും അല്ലാഹ് നിനക്കാണ്. അല്ലദീ അദ്ഹബ അന്നിയൽ അദാബ അഫാനി. വലിയ ഒരു ബുദ്ധിമുട്ടിനെ നീക്കം ചെയ്തിട്ട് ലാഡറങ്ങൾ നിറഞ്ഞു കഴിഞ്ഞിട്ട് എത്ര ആളുകളാ വേദനിക്കുന്നത്, മൂത്രങ്ങൾ പുറത്തു പോകണില്ല, പിന്നെ ട്യൂബിട്ട് വലിച്ചെടുക്കുക. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഒരു കുഴപ്പമില്ലാതെ ചെന്നിരുന്നാൽ നമ്മളങ്ങ് വിചാരിക്കുമ്പോ പടച്ച റബ്ബിന്റെ കുതിരത്തോണ്ട് മൂത്രങ്ങ് പുറത്തു പോവുക. മലബന്ധം കൊണ്ട് കെട്ടപ്പെട്ട് ദ്വാരമുണ്ടാക്കിയിട്ട് മലം വലിച്ചെടുക്കുന്ന എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവേ കാത്തുരക്ഷിക്കണമേ റബ്ബേ. അങ്ങനെ ഒന്നുമില്ല.
അള്ളാഹു തന്ന സുഖം ഓർക്കാറുണ്ടോ? ആ ബാത്റൂമിൽ നിന്ന് വരുമ്പോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഗുഫ്റാനക്കാണ്, അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുക. എന്ത് തെറ്റാപ്പോ ഇവിടെ ചെയ്തത്? പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കാൻ ഭയങ്കര തെറ്റാപ്പോ ഇവിടെ ചെയ്തത്. മഹാന്മാർ അതിനെക്കുറിച്ചൊരു വിശാലമായ ചർച്ച തന്നെ നടത്തുന്നുണ്ട്. എന്തിനാണ് ആ ഗുഫ്റാനക്ക എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്നല്ല നന്നായിരുന്നു. ബാത്റൂമിൽ കയറിയിട്ട് പുറത്തിറങ്ങുമ്പോ ഫസ്റ്റ് പറഞ്ഞു ഗുഫ്റാനക്ക അൽഹംദുലില്ലാ, പടച്ചവനോട് പൊറുക്കലിനെ ചോദിക്കുക. എന്തിനാണെന്നറിയാം? ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പറയുമ്പോ ഇതിവിടെ നിരന്തരമായി നടക്കുന്ന ഒരു പഠന ക്ലാസ് അല്ല, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയില്ല നല്ലത്. ഫസ്റ്റ് ഗുഫ്റാനക്ക എന്ന് പറഞ്ഞ എന്തിനാണെന്നറിയാം? മഹാന്മാര് പറയുന്നു, അല്ലാ നിന്റെ ദിക്റിൽ നിന്ന് ഞാൻ അല്പസമയം നിന്ന് പുറത്തു തരണേ റബ്ബേ എന്നാണ് വിശ്വാസി പറയുന്നത്. ഒരു സെക്കൻഡിലും വിശ്വാസിക്ക് ഓർമ്മയുള്ള കാലമുണ്ടോ അല്ലാഹ് എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി നിൽക്കൂല. ഇതാണ് സിദ്ദീഖുൽ അക്ബർ കരഞ്ഞത്. അല്ലാഹ് എന്നോർക്കുമ്പോ കണ്ണീര് വരിക. മനുഷ്യൻ അല്ലാഹു സംവിധാനിച്ചത് അവന്റെ കിഡ്നിയിൽ 1000-ലധികം അരിപ്പകളുണ്ടത്രേ, നെഫ്രോൺ എന്ന് പറയുന്നു അതിന്. ഒരു കണ്ണിക്ക് പ്രിയപ്പെട്ടവരെ അവൻക്ക് കേടുപാട് പറ്റിയാൽ അവന്റെ രക്തശുദ്ധീകരണത്തിൽ തകരാറ് വരിക, എന്നിട്ട് ഡയാലിസിസ് നടത്തേണ്ടി വരും. അത് നടത്തിയാൽ തന്നെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ വീണ്ടും നടത്തേണ്ടി വരിക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ കൃത്യമായി സംവിധാനിക്കുക. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങളെ ഓർത്തിട്ടാണ് കരയുന്നത്. സിദ്ദീഖുൽ അക്ബർ കരഞ്ഞു. പ്രിയപ്പെട്ടവനെ അല്ലാഹു പ്രതീക്ഷ കൊടുത്തു. സിദ്ദീഖുൽ അക്ബറിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിതം ക്രമീകരിച്ചപ്പോ വിശ്വാസികളിൽ ഉന്നത സ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഉടമയാക്കി എന്ന് മാത്രമല്ല, അബൂബക്കറെ സ്വർഗത്തിലാണെന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. അതിലേറെ വലിയൊരു പ്രതീക്ഷ വിശ്വാസിക്ക് വേറെ ഇല്ലല്ലോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അവിടുന്നും കരയുകയാണ് പടച്ച റബ്ബിനെ ഓർത്ത്. അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ, അല്ലാഹു തന്ന കഴിവുകൾ, അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിൽ വീഴ്ച വരുന്നുവോ എന്നോർത്ത് കരയുകയാണ് ഉമറുൽ ഫാറൂഖ് തങ്ങളാണ്. വിശ്വാസികളെല്ലാം അങ്ങനെയാണ്. ചിന്തിക്കണം. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ 2ാമത് അധിപനാണ്. 10 വർഷക്കാലം ഇസ്ലാമിക ഭരണം നടത്തിയവരാണ്. പേർഷ്യൻ സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയവരാണ്. റോമാ സാമ്രാജ്യത്തെ പിടിച്ചു കെട്ടിയവരാണ്. മെസപ്പൊട്ടോമിയൻ സംസ്കാര തീരത്തേക്ക് ഇസ്ലാമിന്റെ വ്യാപനം നടത്തിയവരാണ്. ഒരുപാട് വികസന വിപ്ലവങ്ങളുടെ നായകനാണ്. നീതിയുടെ പടവാളാണ്. കാലം കൊതിച്ച നീതിയുടെ നായകനാണ്. ആ ഉമറുൽ ഫാറൂഖ് തങ്ങളും ഒറ്റക്കിരിക്കുമ്പോ കരയാ. പ്രിയപ്പെട്ടവരെ, അല്ലാഹ് എന്ന് ചിന്തിക്കുമ്പോഴേക്കും കരച്ചിൽ വരിക. അതാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ, അതാ വിശ്വാസി. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും. ഒരിക്കൽ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അധികാരമേറ്റെടുത്തിട്ട് രാത്രി ഉറങ്ങാറില്ല. എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കിടന്നാൽ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ഉറക്കം വരൂല. പേടിയാണ്. പടച്ചോനെ, നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഓർക്കുമ്പോ, നിന്നെ ഓർക്കുമ്പോ എന്റെ ഹൃദയം ഇങ്ങനെ വിറക്കാണ്, കിടുകിടാ വിറക്കാണ്. അല്ലാഹ് എനിക്ക് പേടി വരികയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒറ്റക്ക് പറയത്രേ. എല്ലാവരും ഉറങ്ങി. രാത്രി നിശബ്ദമായി. പക്ഷിപറവാദികളുടെ കളകളാ ശബ്ദങ്ങളില്ല, മനുഷ്യരുടെ അപശബ്ദങ്ങളില്ല, വാഹനങ്ങൾ കോകിപ്പായുന്ന ശബ്ദങ്ങളില്ല. ശാന്തതയുടെ സന്ദർഭമാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ എല്ലാവരും ഉറങ്ങുമ്പോ ഉറക്കം വരാതെ പടച്ച റബ്ബിനെ ഓർത്തിട്ട് കരയുകയാണ്, ഇറങ്ങി നടക്കുകയാണ്. എന്തിന്? പ്രിയപ്പെട്ടവരെ, രാത്രി ഇങ്ങനെ ഇളങ്കാറ്റ് കൊള്ളാനോ ആനന്ദിക്കാനോ ഒന്നുമല്ല. തന്റെ നാട്ടിൽ ഏതെങ്കിലും ഒരാള് കഷ്ടപ്പെടുന്നുവോ, കഷ്ടപ്പെട്ടാൽ അല്ലാഹ് എന്നെ ശിക്ഷിക്കൂലേ, ഈ ഒരു ഓർമ്മ മറക്കണം. നടന്ന് മുന്നോട്ട് പോയി. ഒരു കൊച്ചു കുടിലിന്റെ അരികിലെത്തി. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു ചെറിയ വെളിച്ചം കണ്ടു. അവിടെ ആൾപ്പാർപ്പുണ്ടെന്ന് മനസ്സിലാക്കി ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവിടെ ചെന്ന് നിന്നു. ആ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ആ വീടിന്റെ അകത്തു നിന്നിങ്ങനെ സംസാരം കേൾക്കും. കടകിൽ മുട്ടി ചെറിയ കുട്ടികൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കിയപ്പോ പ്രിയപ്പെട്ടവരെ, ഒരു ഉമ്മ അടുപ്പിന്റെ മുകളിൽ പാത്രം വെച്ചുകൊണ്ട് അതിൽ വെള്ളമൊഴിച്ച് കയ്യില് കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നു, അടുപ്പിൽ കത്തിച്ചുകൊണ്ടിരിക്കുന്നു.
ആ ഉമ്മയുടെ കാലിനടിയിൽ കാലിനരികിൽ കിടന്നിട്ട് ഒരുപാട് കുഞ്ഞുമക്കൾ നിലവിളിക്കുകയാണ്. ഇത് കണ്ടപ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മനസ്സലിഞ്ഞു, കണ്ണുകൾ നിറഞ്ഞു, തേങ്ങിക്കൊണ്ട് ചോദിച്ചു, ഉമ്മാ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ പറയുകയാണ്, എന്റെ വീട്ടിൽ ഈ മക്കൾ ദിവസങ്ങളോളമായി പട്ടിണിയില. ഒരുപാട് ദിവസമായി മക്കൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കട്ടപ്പെടുക. അവരിങ്ങനെ വിശപ്പിന്റെ കാഠിന്യം സഹിക്ക വയ്യാതാവുമ്പോ കരയും. അപ്പൊ ഞാൻ ചെയ്യുന്നൊരു പണി എന്താണെന്നറിയാം, ഞാൻ അടുപ്പിന്റെ മുകളിൽ പാത്രം വെക്കും, വെള്ളം ഒഴിച്ച് കയ്യിലുണ്ട് ഇങ്ങനെ ഇളക്കും, അടിയിൽ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മക്കൾ വലിയ പ്രതീക്ഷയിലാണ്, കഞ്ഞിപ്പൊ തുളക്കും, എന്നിട്ട് കഞ്ഞി ഞങ്ങളിലേക്ക് ഞങ്ങൾ ഉമ്മ നൽകുമല്ലോ. കരഞ്ഞ് 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 അങ്ങനെ ഉറങ്ങിപ്പോവുക മക്കൾ. ആ ഉമ്മ കരയാ, എന്റെ മക്കളെ ഓരോ ദിവസവും അവർക്ക് വിശപ്പ് വരുമ്പോ അവരെ ഉറക്കാൻ ഞാൻ ചെയ്യുന്ന പണിയാണ്. അവര് ഉറങ്ങിയെന്ന് ഉറപ്പ് വരുമ്പോഴേ ഞാൻ ഈ അടുപ്പിന്റെ മുകളിലുള്ള പാത്രം താഴെ ഇറക്കി വെക്കൂ. ഇതങ്ങ് കേട്ടപ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കരഞ്ഞു, അല്ലാ, എന്നെ ഏൽപ്പിക്കപ്പെട്ട ഈ പ്രദേശത്തിന്റെ ഒരു ഭാഗത്തുള്ള ഈ വീട്ടിൽ ഈ മക്കൾ കാഠിന്യമേറിയ വിശപ്പ് കൊണ്ട് കരയുമ്പോ നീ എന്നോട് ചോദ്യം ചെയ്യുമോ? നീ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നുവല്ലോ. അല്ലാ എന്നുള്ള ചിന്തയിലേക്ക് വന്നപ്പോ മഹാനവറുകൾ വിങ്ങിപ്പൊട്ടുകയാണ്, തേങ്ങിക്കരയുകയാണ്. പറഞ്ഞു, ഉമ്മ നിങ്ങൾ വേദനിക്കണ്ട എന്ന് പറഞ്ഞ് അവിടുന്ന് ആ രാത്രി തിരികെ വന്നിട്ട് പ്രിയപ്പെട്ടവരെ ഗോതമ്പിന്റെ ധാന്യമണികൾ പെറുക്കിയെടുത്തു. ഒരു ഭൃത്യനോട് പറയുകയല്ല, ഏതെങ്കിലും സഹായികളോട് ആജ്ഞാപിക്കുകയല്ല, രാജാവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നാടിന്റെ ഭരണാധിപനാണ്, അമീറുൽ മുഅ്മിനീൻ എന്ന അപരനാമം കൊണ്ട് ലോകത്താദ്യം അറിയപ്പെട്ടവരാണ്, നീതിയുടെ പടവാളാണ്, ഏറ്റവും വലിയ ധീരനാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ. ആരോട് പറഞ്ഞാലും കേൾക്കും ഈ ഗോതമ്പ് അവിടെ എത്തിച്ചെടുക്കും. പക്ഷേ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആരോടും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, തന്റെ ശ്രേഷ്ഠമാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഗോതമ്പിന്റെ ധാന്യമണികൾ പെറുക്കിയെടുത്ത് ഒരു ചാക്കിൽ നിക്ഷേപിച്ചു. തന്റെ ചുമലിൽ ചുമന്ന് നടന്നു ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ ഉമ്മയുടെ വീട്ടിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ, ഈ ഗോതമ്പിന്റെ ധാന്യമണികൾ കൊണ്ട് മക്കൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കണം. ഇനി ഒരിക്കലും മക്കളെ പട്ടിണി കിടക്കുന്ന അവസ്ഥയുണ്ടാകരുത്. ഈ മക്കള് പട്ടിണി കിടന്നാൽ എനിക്ക് അള്ളാഹുവിനെ ഭയപ്പാടുണ്ട്, എനിക്ക് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പേടിയുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് കഞ്ഞി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ സന്ദർഭത്തില് ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സഹോദരാ, നിന്നെപ്പോലെയുള്ളവരാണ് നാടിന്റെ ഭരണസാരഥ്യം ഏറ്റെടുക്കേണ്ടത്. ഞങ്ങളുടെ നാട് ഭരിക്കുന്നത് ഖത്താബിന്റെ മകൻ ഉമറ. ഈ വന്നതാരെന്നറിയാതെ ഉമ്മ പറയുന്നു, ആ ഉമറിനോടൊന്ന് പറഞ്ഞു കൊടുക്കണം, നിന്നെ കണ്ട് പഠിക്കാൻ പറയണം. ഉമറിന്റെ ഭരണത്തിൽ ഞങ്ങൾ കട്ടപ്പെടുന്നുവെന്ന് പറഞ്ഞപ്പോ ഖത്താബിന്റെ മകൻ ഉമർ പറഞ്ഞില്ല, ഞാനാണ് ഉമറെന്ന് പറഞ്ഞില്ല. അവിടുന്ന് പറഞ്ഞു, ഉമ്മ, നിങ്ങളുടെ വേദന ഞാൻ ഖത്താബിന്റെ മകൻ ഉമറിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. അടുത്ത ദിവസം നിങ്ങൾ അവിടേക്ക് കടന്നു വരണം, ഖത്താബിന്റെ മകൻ ഉമറിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരണമെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മാക്ക് സന്തോഷമായി. ആ ഉമ്മ ആ രാത്രി കഴിഞ്ഞു അടുത്ത പ്രഭാതത്തിൽ ഇറങ്ങി പുറപ്പെട്ടു. മദീനത്തുൽ മുനവ്വറയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നടക്കാൻ തുടങ്ങി. മസ്ജിദുൻ നബവിയുടെ ചാരത്ത് വന്ന് ചോദിച്ചു, എവിടെയാണ് ഭരണാധിപൻ ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഭവനമെന്ന് ചോദിച്ചപ്പോ ആരോ കാണിച്ചു കൊടുത്തു ഒരു കൊച്ചുകൂര. അവിടുന്ന് പറഞ്ഞു, ഏതെങ്കിലും ഗ്രാമീണനായ ഉമറിന്റെ ഭവനമല്ല ചോദിച്ചത്, ഞാൻ ചോദിച്ചത് നാടിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത ഖത്താബിന്റെ മകൻ ഉമറിന്റെ ഭവനമാ ചോദിച്ചത്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, അത് തന്നെയാണ്. പ്രതീക്ഷയൊക്കെ അസ്തമിക്കുകയാണ്. അവിടെ ചെന്നു, കഥകൾ മുട്ടി വിളിച്ചു, എവിടെ ഉമർ? അതാ ഇറങ്ങി വരുന്നു, തലേ രാത്രിയിൽ കണ്ട അതേ മനുഷ്യൻ തന്നെയാ. ഈ ഉമ്മാക്ക് അമളി പറ്റിപ്പോയതുപോലെ ലജ്ജയോടുകൂടി നിൽക്കുമ്പോ ഉമർ എന്നവർ ചോദിക്കുന്നു, ഉമ്മാ, എത്ര ദിവസമായി നിങ്ങളെ മക്കള് പട്ടിണി കിടക്കുന്നു? ആ ദിവസത്തിന്റെ എണ്ണമൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്ത സന്ദർഭത്തില് ഉമറുൽ ഫാറൂഖ് തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസം ആ മക്കള് പട്ടിണി കിടന്ന് നിലവിളിച്ച് കരയുമ്പോ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ എന്നിലേക്ക് ഇറങ്ങുകയില്ലേ ഉമ്മ? ഞാൻ അറിയാത്തത് കൊണ്ടാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണമമ്മ. അല്ലാ എന്നുള്ള ചിന്ത വരുമ്പോ എനിക്ക് ഒന്നും പിന്നെ മറ്റൊന്ന് ആലോചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അത്രയും ദിവസത്തെ ധാന്യമണികൾ ഇതാ എന്ന് പറഞ്ഞ് ആ ഉമ്മയിലേക്ക് ധാന്യമണികൾ ഒരുക്കി കൊടുത്ത് ഉമറുൽ ഫാറൂഖ് തങ്ങൾ കരയുകയാ, കരഞ്ഞുകൊണ്ടിരിക്കുകയാ. ഇന്നമൽ മുഅ്മിനൂൻ ഇദാ ദുകിറല്ലാഹ്
ആരാണ് സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ അല്ലാഹ് എന്ന് ഓർക്കുമ്പോഴേക്കും ആ ചിന്ത വരുമ്പോഴേക്കും കിടുകിടാ വിറക്കുന്നവരാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് അവരോട് അള്ളാഹുവിന്റെ റസൂൽ ഉറപ്പ് കൊടുത്തത്, ഉമറേ നീയും സ്വർഗത്തിലാണ്. ഓരോ സഹാബികളെ കുറിച്ച് പഠിച്ചു നോക്കൂ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒഴുകുന്നതാ ഇരു കണ്ണുകൾ ക്ഷണം തന്നെ. ഖബറങ്ങ് കണ്ടാൽ ഉസ്മാൻ തങ്ങൾ അങ്ങ് കരഞ്ഞു പോകും, കണ്ണുനീരിങ്ങനെ ഒഴുകും അത്രേ. ആരാ ഉസ്മാൻ തങ്ങൾ റളിയല്ലാഹു അൻഹു? റസൂലുള്ളാഹി തങ്ങളുടെ 2 പെൺമക്കളെ വിവാഹം ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ദുന്നൂറൈൻ, 2 വെളിച്ചങ്ങളുടെ ഉടമ എന്നറിയപ്പെട്ടു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആരാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ? സ്വർഗ്ഗം എന്ന് ഉറപ്പ് ലഭിക്കപ്പെട്ട ആളാണ്. എന്നിട്ടും ഖബർ കണ്ടാൽ കരയാണ്. ചോദിച്ചു, എന്തിനാണ് ഖബർ കണ്ടാൽ കരയുന്നത്? അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ മരണപ്പെട്ട് സ്വർഗമോ നരകമോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരുപാട് ചെക്ക് പോസ്റ്റുകൾ കടന്നു പോകാനുണ്ട്, ഒരുപാട് സ്റ്റേഷനുകൾ കടന്നു പോകാനുണ്ട്. ആ 50,000-ൽ പ്രിയപ്പെട്ടവരെ, അതല്ലെങ്കിൽ അതിനോടടുത്ത് വരുന്ന ചെക്ക് പോസ്റ്റുകൾ കടന്നു പോകാനുണ്ട്. ഓരോ ചെക്ക് പോസ്റ്റിലും പരിശോധനയുണ്ട്. അതിലെ ആദ്യത്തെ ചെക്ക് പോയിന്റാണ് ഖബർ എന്ന് പറയുന്നത്. അവിടെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എളുപ്പമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഖബറിൽ എന്റെ രക്ഷിതാവിന്റെ കരുണ എനിക്ക് ലഭിക്കുമോ എന്നോർക്കുമ്പോ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാ എന്റെ കണ്ണുകൾ നിറയുന്നതെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുകയാണ്. ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും അല്ലാഹനെ ഓർക്കുമ്പോ കണ്ണുനീര് വരുന്നു. അവരാണ് വിശ്വാസികളെന്ന് ഖുർആൻ പറയാ. എന്തിനധികം പ്രിയപ്പെട്ടവരെ, അങ്ങകലെയുള്ള നമുക്ക് കാണാൻ കഴിയാത്ത സഹാബികളിലേക്കൊന്നും പോയി നോക്കേണ്ടതില്ല. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അല്ലാഹ് എന്ന് പറയുമ്പോഴേക്കും കരയുകയാണ്. ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനവറുകൾക്കറിയാം. ഇന്ന് നമുക്ക് ഇവിടേക്ക് ദുആഇന് നേതൃത്വം നൽകാൻ വരുന്ന മഹാനായ തിപ്പറ്റ ഉസ്താദ് ജീവിക്കാൻ തന്നെ മറന്നുപോയി. പ്രിയപ്പെട്ടവരെ, അല്ലാഹ് എന്നുള്ള ചിന്തയിലേക്ക് സർവരെയും നയിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കിന്ന് കാണാൻ കഴിയുന്ന വിശ്വാസികളുടെ ഒരു നായകനാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ഒരു പക്ഷേ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. മഹാനവറുകളുടെ സഹധർമ്മിണി ഒരിക്കൽ വീട്ടിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, നമുക്ക് ഈ വീടൊക്കെ ഒന്ന് വലുതാക്കുന്ന, പെയിന്റ് അടിച്ച് ഭംഗി വർദ്ധിപ്പിച്ച് ഒരു അലങ്കാരത്തിന്റെ വീടാക്കിക്കൂടെ? ഒരുപാട് വൈകി രാത്രി വന്നപ്പോൾ പറഞ്ഞതാണ്. അങ്ങനെ പ്രിയപ്പെട്ട ഒരു ഉസ്താദ് പറഞ്ഞു, അത് നല്ലതാ, അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. ഉസ്താദിന്റെ ശൈലി അങ്ങനെയാണല്ലോ. തഹജ്ജുദ് നിസ്കരിക്കാൻ എണീറ്റപ്പോൾ ഭാര്യയോട് പറഞ്ഞു, വീട് നന്നാക്കണമെന്ന് നീ പറഞ്ഞില്ലേ, നമുക്ക് ഒരു വീട് മോഡൽ കണ്ടിട്ട് അതുപോലെ നന്നാക്കുകയാണെങ്കിൽ ഒരുപാട് സൗകര്യം ഉണ്ടല്ലോ. ഭാര്യയോട് പറഞ്ഞു, മോഡല് കാണാൻ നമുക്കിപ്പോൾ ഇറങ്ങാം. അല്പം കൂടി നേരം പുലർന്നാൽ സ്വസ്ഥമായി സഞ്ചരിക്കാൻ നിനക്ക് സാധ്യമല്ലല്ലോ, അതുകൊണ്ട് എന്റെ കൂടെ വരൂ. ടോർച്ചെടുത്തു, ഭാര്യയുടെ കൈ പിടിച്ചിട്ട് പള്ളിക്കാടിന്റെ അരികിൽ കൊണ്ടുപോയി നിർത്തി. ഖബർ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ വീടാണ് വലുതാക്കേണ്ടത്, ഈ വീടാണ് നന്നാക്കേണ്ടത്, ഈ വീടാണ് വിശാലത വർദ്ധിപ്പിക്കേണ്ടത്, ഭംഗി വർദ്ധിപ്പിക്കേണ്ടത്. അങ്ങനെ അങ്ങ് കരഞ്ഞുപോയി, അല്ലാഹ് ഈ വീടിന്റെ വിശാലത ഞങ്ങൾക്ക് നൽകണേ എന്ന് പറഞ്ഞു. അതാണ് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിലുള്ള ചിന്ത എന്താ? നമ്മുടെ വീട് എങ്ങനെ മോടി പിടിപ്പിക്കണം, വീട്ടിലുള്ള ഉപകരണങ്ങൾ എങ്ങനെ വിലപിടിപ്പുള്ളതാക്കണം. ഏതെങ്കിലും മറ്റൊരു വീട്ടിൽ ചെന്നാൽ അവിടെ ഒരു ഉപകരണം കണ്ടാൽ ഇതെങ്ങനെ വാങ്ങിക്കൂട്ടണം എന്നുള്ള ചിന്തയാണ്. എന്നാൽ മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. ഖബർ എന്ന് പറയുന്ന വീടിന്റെ അലങ്കാരത്തെ ആഗ്രഹിച്ചു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, പ്രിയപ്പെട്ടവരെ, അവരാണ് വിശ്വാസികൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, കേൾക്കണം നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ. ഒരു വലിയ സമ്പന്നൻ വന്നിട്ട് അവിടത്തോട് പറയുകയാണ്, എന്റെ പൊന്നുമോൾക്ക് മാനസിക വിഭ്രാന്തിയാണ്, ഭ്രാന്തെന്ന് പറയുന്ന അസുഖമാണ്. ഒരുപാട് ചികിത്സ നടത്തി, ലക്ഷക്കണക്കിന് പൈസ ചെലവഴിച്ചു, പക്ഷേ ശമനം ലഭിക്കുന്നില്ല. എന്നോട് പല ആളുകളും പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ ദുആ ചെയ്താൽ പരിഹാരം ഉണ്ടാവും, അതുകൊണ്ട് എന്റെ പൊന്നുമോൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉസ്താദ് ഫാത്തിഹ ഓതി ദുആ ചെയ്തു.
അവിടുന്ന് പറഞ്ഞു, അല്ലാ, എന്നിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് കടന്നു വന്നവരാണ്, നീ നിരാശപ്പെടുത്തരുത്. ദുആ ചെയ്തു. അല്ലാഹു ഉത്തരം നൽകി. ആ സമ്പന്നനായ സ്വാധീന ശക്തിയുള്ള നാട്ടിൽ പേരും പ്രശസ്തിയുമുള്ള ആ മനുഷ്യൻ വീട്ടിലെത്തിയപ്പോ പൊന്നുമോളിൽ നിന്ന് മാനസിക അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല. സന്തോഷമായി ഓരോ സെക്കൻഡുകളിലും നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. പഴയതുപോലെ ഒരു ലക്ഷണവുമില്ല. 1-2 ദിവസം കഴിഞ്ഞു. പരിപൂർണമായ ശിഫ ലഭിച്ച പ്രതീതിയ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ അരികിലേക്ക് സന്തോഷത്തോടെ വരികയാണ്. 1 വർഷം മുമ്പ് നടന്നതൊന്നുമല്ല, 40 വർഷത്തിനു മുമ്പ് നടന്ന സംഭവമാണത്രേ. അന്ന് ആ മനുഷ്യൻ ചെയ്തതെന്തെന്നറിയുമോ? 100ന്റെ 10 പുതിയ നോട്ടുകൾ എടുത്തു. 1000 രൂപയുടെ മൂല്യം വരും. എന്നിട്ട് വാഴക്കാട്ടേക്ക് ചെന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളിൽ ഞാൻ പ്രതീക്ഷ വെച്ചതുപോലെ നിങ്ങൾ ദുആ ചെയ്തപ്പോ എന്റെ പൊന്നുമോളുടെ അസുഖത്തിന് സമ്പൂർണ്ണ ശിഫ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങേക്ക് എന്ത് നൽകണമെന്ന് എനിക്കറിയില്ല. ഈ 1000 രൂപ 100ന്റെ 10 പുതിയ നോട്ടുകൾ അങ്ങ് സ്വീകരിച്ചാലും. പുതിയ നോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ പലർക്കും ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. കണ്ണിയത്ത് ഉസ്താദിന് ആ പൈസ അങ്ങ് വാങ്ങി കൈകൊണ്ട്. നിങ്ങൾ വിചാരിക്കും ഭയങ്കര ആർത്തിയാണ്, എന്നിട്ട് ആ പൈസ കൊണ്ട് മേടിച്ചിട്ട് അത് ചുംബിച്ചു എന്നാണ്. ഓ, വല്ലാത്ത ആർത്തി തന്നെ പൈസയോട് എന്ന് തോന്നിപ്പോകും. ഇത് റസൂലുള്ളാഹിന്റെ വലിയൊരു ശൈലിയാണ്. ഒരാളൊരു ഹദിയ തന്നാൽ ആ ഹദിയ ഒന്ന് ചുംബിക്കുക. ആ മനുഷ്യന്റെ മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. അതാ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ചെയ്തത്. എന്നിട്ട് പറയുന്നു, ആ 100ന്റെ 10 നോട്ടുകളും തിരികെ കൊടുത്തിട്ട് അവിടുന്ന് അങ്ങ് കരഞ്ഞിട്ട് പറഞ്ഞു, അല്ലാ, വീണ്ടും കരയുകയാണ്, അല്ലാ. എന്നിട്ട് ആ സഹോദരനോട് പറയുന്നു, സഹോദരാ, ഈ 10 പുതിയ നോട്ടുകളിലും ഞാൻ ഹറാമ് മണക്കുന്നുണ്ടടാ. എനിക്കെന്റെ റബ്ബിനെ ഓർമ്മ വരികയാണ്. ഞാൻ ഈ പൈസ വാങ്ങിയിട്ട് എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ, ഞാൻ ഭക്ഷണം കഴിച്ചാൽ, ഞാൻ വസ്ത്രം വാങ്ങിയാൽ, എന്റെ ജീവിതത്തിന് ഉപയോഗപ്പെടുത്തിയാൽ എന്റെ റബ്ബെന്നെ വെറുതെ വിടൂല. അല്ലാ, നിന്നെ എനിക്ക് ഓർമ്മ വരുന്നെന്ന് പറഞ്ഞ് ഒരു കൊച്ചുകുട്ടിയെ പോലെ തേങ്ങിക്കരയുകയാ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും. അതെങ്ങനെ വർക്കാ. അതാ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആ പ്രതീക്ഷ ഉള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവർക്ക് ഓരോ സെക്കൻഡിൽ അല്ലാഹു പ്രതീക്ഷ കൊടുക്കുക. ഞാൻ ഓർത്തുപോകുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ദർസ് നടത്തുമ്പോ വരക്കൽ തങ്ങൾ സമസ്ത രൂപീകരിച്ച അന്ന് സമസ്തയുടെ മെമ്പറാണ്, മുഷാവറ അംഗമാണ് കണ്ണിയത്ത് ഉസ്താദ്. ആ സൗഭാഗ്യങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹു അവിടുത്തെ ദറജകൾ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവിടുത്തോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. കണ്ണിയത്ത് ഉസ്താദ് സുബഹി കഴിഞ്ഞിട്ട് സമസ്തന്റെ മുഷാവറ യോഗത്തിന് പോവുക. പ്രിയപ്പെട്ടവരെ, അന്നൊന്നും അധികം സൗകര്യങ്ങളും വാഹന സൗകര്യം ഒന്നും ഇല്ലല്ലോ. യോഗം കഴിഞ്ഞാൽ അവിടുന്ന് എന്തെങ്കിലും ബസ് ഫെയർ ആയിട്ട് എന്തെങ്കിലും കിട്ടും. അതുകൊണ്ട് തിരിച്ചും ബസ്സിന് വരും. പിന്നെയോ അപ്രകാരം തന്നെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ പിടിക്കും. ആ ബസ് ഫെയർ വാങ്ങിയിട്ട് കോഴിക്കോട് ടൗണിലേക്ക് ഇറങ്ങിയപ്പോ ഒരു യാചകൻ വന്ന് കൈയേറ്റ്, ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും തരുമോ? ഒന്നും ചിന്തിച്ചില്ല. കണ്ണിയത്ത് ഉസ്താദ് അത് കൊടുത്തു. പിന്നെ ആലോചിക്കണ, പഠിച്ചോനെ, ഇനി ബസ്സിന് കൊടുക്കാൻ പൈസ ഇല്ലല്ലോ, ഒരു വെള്ളം കുടിക്കാനും കൂടി പൈസ ഇല്ലല്ലോ, എന്ത് ചെയ്യും? അവിടുന്ന് നടന്നു. കുറേ നടക്കും. ക്ഷീണം വരുമ്പോ വിശ്രമിക്കും. സമയമാകുമ്പോ പള്ളിയിൽ കയറും, നിസ്കരിക്കും. ഒരുപാട് സുന്നത്തായ കർമ്മങ്ങളിലും എടുക്കും. വീണ്ടും നടക്കും. പ്രിയപ്പെട്ടവരെ, കണ്ണിയത്ത് ഉസ്താദ് പള്ളിയിലെത്തിയപ്പോ രാത്രി ഒരുപാട് വൈകിയിട്ടുണ്ട്. ഭക്ഷണം കൊണ്ടുവരുന്ന സഹോദരൻ കണ്ണിയത്ത് ഉസ്താദ് വന്ന് കയറുന്ന വാതിലിന്റെ അരികിൽ കിടക്കുക. എന്തിനെന്നറിയോ? വന്ന ഉടനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉസ്താദ് വന്നു. ഹൗലിൽ നിന്ന് ഉളൂ ചെയ്യുന്ന ശബ്ദം ശ്രവിച്ചു. ഉടനെ എണീറ്റു. പാത്രമൊക്കെ കഴുകിയിട്ട് ഭക്ഷണം വിളമ്പി വെച്ചു. എന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ, ഭക്ഷണം റെഡിയാക്കി വെച്ചോളൂ. കണ്ണിയത്ത് ഉസ്താദ് അപ്പോഴും വിളിച്ചു, അല്ലാഹ്. ഇതൊരു ഓർമ്മപ്പെടുത്തല. എന്നിട്ട് പറഞ്ഞു, സഹോദരാ, എനിക്ക് ദർസ് നടത്തുമ്പോഴല്ലേ ഈ ഭക്ഷണം ഇവിടെ ഹലാലാവൂ. ഇന്ന് ഞാൻ ദർസ് നടത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട. ചിന്തിക്കണം. അല്ലാഹ് നിങ്ങൾ വിളിച്ചിട്ട് ഇതാ പറയണത്. പിന്നെ വജലത്ത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതു സാദത്തുഹും ഈമാന. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട. അവിടുന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ മുഖത്ത് നോക്കിയിട്ട് ഭക്ഷണം കൊണ്ടുവരുന്ന സഹോദരൻ പറഞ്ഞു, പത്ര ഉസ്താദേ, അങ്ങ് വാടിത്തളർന്നു പോയിട്ടുണ്ട്, ക്ഷീണിച്ചവസനായിട്ടുണ്ട്. ഇന്ന് ഭക്ഷണം കഴിക്കാതെ ഉറങ്ങിയാൽ
നാളെ നേരം പുലരുമ്പോ എണീക്കാൻ ഉസ്താദിന് കഴിയില്ല, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചേ പറ്റൂ, അതല്ലാതെ എനിക്ക് ഉറക്ക് കിട്ടൂല, സഹോദരൻ പറഞ്ഞു. ഉടനെ തന്നെ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, എന്നാൽ ഉറങ്ങിക്കിടക്കുന്ന മുത്തഅല്ലിമീങ്ങളെ നീ വിളിച്ചു കൊണ്ടുവാ. ആ മുത്തഅല്ലിമീങ്ങളെ വിളിച്ചു കൊണ്ടുവന്നു. ഉസ്താദ് കരഞ്ഞിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങളെ ഉറക്കിനെ ശല്യപ്പെടുത്തിയതിൽ എന്നോട് നിങ്ങൾ ദേഷ്യപ്പെടരുത്. എനിക്ക് അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷ ഭയപ്പെട്ടപ്പോ നിങ്ങളെ വിളിക്കേണ്ടി വന്നതാ. നിങ്ങളൊന്ന് ഉദൂ ചെയ്ത് ഊർജ്ജസ്വലതയോടെ കടന്നു വരുമോ? ആ മക്കള് കടന്നു വന്നു. കിതാബുമായി കടന്നു വരാൻ പറഞ്ഞു. അർദ്ധരാത്രിയും പിന്നിട്ട് സമയമേറെയായിട്ടുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് ചുറുചുറുക്കോടെ ഇരുന്നിട്ട് അവർക്ക് കിതാബ് ചൊല്ലിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ സബഹ് നടത്തിക്കൊടുത്തു. എന്നിട്ട് ഭക്ഷണക്കാരനോട് പറയുന്നു, ഇനി ഞാൻ ഭക്ഷണം കഴിക്കാം, എനിക്ക് ഹലാലായിട്ടുണ്ട്. അല്ലാ എന്ന് ചിന്തിച്ചപ്പോ കണ്ണുകൾ നിറഞ്ഞു പോയി. അവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അങ്ങനെയുള്ള വിശ്വാസികൾക്ക് പ്രതീക്ഷ പറയുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അവർക്ക് ഓരോ സെക്കൻഡിലും അവര് കലിമത്തു തൗഹീദിന്റെ വക്താക്കളാണ്, അവര് വിശ്വാസത്തിന്റെ പ്രതീകങ്ങളാണ്, അവര് ഏകദൈവ വിശ്വാസത്തിന്റെ നായകന്മാരാ. അവരെ കുറിച്ച് പറയുന്നു, ലൈസാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥതയോടെ പ്രതീക്ഷയുടെ ഓരോ വഴികൾ പറഞ്ഞു തരാ. യുടെ അഹ്ലുകാർക്കില്ല, അഥവാ ഈ അർത്ഥതലങ്ങളിലുള്ള വിശ്വാസികൾക്കില്ല. വശത്തുൻ ഇൻദൽ മൗത്ത്, മരണസമയത്തൊരു വേദനയോ കഷ്ടപ്പാടോ ഒരു ബേജാറോ അവർക്കുണ്ടാകൂല. മറിച്ചെന്താണ്? മരണസമയത്ത് മാലാക്കമാരവരിലേക്ക് ഇറങ്ങി വരും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക. അവരോട് മാലാക്കമാർ വന്നിട്ടെന്താ പറയുന്നത്? അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയപ്പെടണ്ട, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കണ്ട. പ്രതീക്ഷയല്ലേ പ്രിയപ്പെട്ടവരെ? എന്താണ് മരണസമയത്തുള്ള ഭയപ്പാട്? അല്ലാഹുവേ, ഇന്ന് എന്റെ കൂടെ എന്റെ ഭാര്യയുണ്ട്, ഖബറിൽ കിടക്കുമ്പോ ആരാ ഉള്ളത്? പേടി വരികയാണ് റബ്ബേ. ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് സിന്ദാബാദ് വിളിക്കാൻ എന്റെ കൂടെ ആളുകളുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെടേണ്ടി വന്നിട്ടില്ല. എപ്പോഴും എന്റെ കൂടെ ആളുകളുണ്ട്. എന്നെ ആനന്ദിപ്പിക്കാൻ ആളുകളുണ്ട്, എന്നെ സന്തോഷിപ്പിക്കാൻ ആളുകളുണ്ട്, എന്നോട് സൊറ പറഞ്ഞിട്ട് സമയം കളയാൻ ആളുകളുണ്ട്, എനിക്ക് ടൈം പാസിന് ആളുകളുണ്ട്, എനിക്ക് എന്റെ കൂടെ മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, എല്ലാവരും കൂടെയുണ്ട്. അല്ലാഹുവേ, ഖബറിൽ ചെന്ന് കിടക്കുമ്പോ ആരുമില്ലാത്ത രംഗമാണല്ലോ. ഭയപ്പാടോടെ കരയും എത്രേ മരണസമയത്ത്. അപ്പം മാലാക്കമാര് പറയും, സത്യവിശ്വാസികളാണോ, ഏകദൈവ വിശ്വാസത്തിന്റെ വക്താക്കളാണോ, പടച്ച റബ്ബിന്റെ പൊരുത്തമുള്ളവരാണോ, മരണസമയത്ത് വേദനിക്കൂല. അവരോട് പറയും, നിങ്ങൾ സന്തോഷിച്ചോളൂ. എന്ത് സന്തോഷം? അതല്ലേ കേൾക്കേണ്ടത്. വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗ്ഗമിതാ നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്നു, സ്വർഗ്ഗം കൊണ്ട് സന്തോഷിച്ചോളൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതാർക്കാണ്? ഇതാണ് വിശ്വാസികൾ എന്ന് പറയുന്നവർക്കുള്ള പ്രതീക്ഷ. മരണസമയത്ത് ഒരു കഷ്ടപ്പാടുണ്ടാവില്ല. പിന്നെ അവരോട് പറയാ, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കണ്ട. എന്താ മരണസമയത്തുള്ള ദുഃഖം? അല്ലാ, ഞാൻ മരിച്ചാൽ പിന്നെ എന്റെ ഭാര്യക്കാരാ. ആലേക്കും ഭയങ്കര ദുഃഖല്ലേ പ്രിയപ്പെട്ടവരെ? എന്റെ മക്കൾ യതീമുകളാകുമല്ലോ, എന്റെ ഭാര്യ വിധവയാകുമല്ലോ, എന്റെ കൂട്ടുകാർ ഒറ്റപ്പെടുമല്ലോ. ഇങ്ങനെ പല ജാതി ദുഃഖങ്ങളുണ്ടാകും. അവരോട് പറയും, നിങ്ങളൊരു ദുഃഖം വേണ്ട, അവരൊക്കെ അല്ലാഹ് ഏറ്റെടുക്കും, നിങ്ങൾ സന്തോഷിച്ചോളൂ. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗ്ഗല്ലേ ഇത്, നിങ്ങൾ സന്തോഷിച്ചോളൂ. പുഞ്ചിരിക്കുമത്രേ അവർ. വിശ്വാസികളൊക്കെ മരണ ദിവസമാണ് ഏറ്റവും സന്തോഷിക്കുക എന്നാണ്, അള്ളാഹുവിലേക്കുള്ള ആ യാത്രയുടെ ദിവസം. നിങ്ങൾ ചിന്തിക്കണം, അള്ളാഹുവിന്റെ റസൂല് തന്റെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദിച്ചത് ആ ദിവസമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് അസുഖം വന്നിട്ട് സിദ്ദീഖുൽ അക്ബർ ആയിരുന്നു ഇമാമ്. റബീഉൽ അവ്വൽ 12 സുബഹിക്ക് റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് ആ കർട്ടൻ ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ നോക്കി. എന്തിന്? അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കൂടെ നിന്നിട്ട് ജനങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടിട്ട് റസൂലുള്ളാഹി ആനന്ദിച്ചു, പുഞ്ചിരിച്ചു. എന്തുകൊണ്ട്? ഒരുപാട് ആളുകൾ ഇങ്ങനെ കണ്ടപ്പോ, ഒരു കാലഘട്ടത്തിൽ ആളുകളൊന്നും നന്മ ശ്രവിക്കാതെ വന്നപ്പോ വേദനിച്ച മനസ്സായിരുന്നു പ്രവാചകൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, ഒരുപാട് ആളുകൾ അണിനിൽക്കുക.
ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക. ഖുർആൻ അല്ലാഹ് പറയല്ലേ, അല്ലാഹുവിൽ നിന്നുള്ള സഹായം വന്നു കഴിഞ്ഞാൽ, അപ്രകാരം തന്നെ അല്ലാഹുവിൽ നിന്നുള്ള വിജയവും വന്നു കഴിഞ്ഞാൽ, മൂന്നാമത് പറഞ്ഞത് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, ജനങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരുന്നത് കാണുകയും ചെയ്താൽ. അതാണ് ഖുർആനിൽ അവസാനം ഇറങ്ങിയ അധ്യായം. റസൂലുള്ളാഹിന്റെ മരണം പിന്നെ കാലം ഉണ്ടായിട്ടില്ല എന്ന്. ആ സൂറത്ത് ഇറങ്ങിയതുപോലെ ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ മരണപ്പെടുമ്പോ പ്രമുഖരായ സഹാബികളൊന്നും കൂടല്ലായിരുന്നു. അവരൊക്കെ അവരെ ജോലി തിരക്കുകൾക്ക് പോയി. എന്തുകൊണ്ട്? റസൂലുള്ളാഹിന്റെ പുഞ്ചിരി കണ്ടപ്പോൾ, ആനന്ദം കണ്ടപ്പോൾ അവരൊക്കെ കരുതി റസൂലുള്ളാഹിന്റെ അസുഖമൊക്കെ മാറി, ഇനി ഒരു 100 വർഷങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും. കാരണം അന്നാ റസൂലുള്ളാഹിക്ക് ഏറ്റവും വലിയ സന്തോഷം പുഞ്ചിരിക്കുകയാണ്. കേൾക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിദ്ദീഖുൽ അക്ബർ കൂടെയില്ല, ഉമറുൽ ഫാറൂഖ് കൂടെയില്ല, ഒരിക്കലും പിരിയാത്ത ബന്ധത്തിന്റെ ഉടമകളാണല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൂടെയില്ല, അലി തങ്ങളില്ല. സഹാബി പ്രമുഖരിൽ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു മാത്രമാ കൂടെ ഉണ്ടായിരുന്നതെന്ന്. അതിന് കാരണം തലേ ദിവസം ഒരു സ്വപ്നം കണ്ടു, ഒരു വലിയ നല്ല നക്ഷത്രം മറയുന്നതായിട്ട്. ഇത് തന്റെ സഹോദര പുത്രന്റെ മരണമായിരിക്കുമോ എന്ന് തോന്നിയത് കൊണ്ടാണ് മഹാനവറുകൾ അവിടെ കൂടെ ഉണ്ടായത് എന്ന്. സിദ്ദീഖുൽ അക്ബർ മരണ വാർത്ത അറിയുമ്പോ മദീനയുടെ അതിർത്തി പ്രദേശത്തുള്ള തന്റെ ഭാര്യ വീട്ടിലായിരുന്നു. ജനങ്ങളൊക്കെ ഇളകിയിലെ ഉച്ചയോടടുക്കുന്ന സമയത്ത് ലോകത്തോട് വിട പറയുന്ന പ്രവാചകർ അന്ന് റസൂലുള്ള ഏറ്റവും നല്ല രീതിയിൽ ആനന്ദിച്ചത് എന്ന്. എന്തുകൊണ്ട്? അവർക്ക് മരണസമയത്ത് ഒരു കട്ടപ്പാടുണ്ടാവൂല, ഒരു വേദന ഉണ്ടാവൂല, ഒരു ബേജാറുണ്ടാവൂല. അവർക്ക് പ്രതീക്ഷ കൊടുക്കുക. മരണസമയത്ത് മാത്രമല്ല, വലാ ഫീ ഖബറിഹിം, അവരെ ഖബറിലും ഉണ്ടാകൂല, വലാ ഫീ മൻശരിഹിം, അവരെ മശ്ശറ വൻഭൂമിയിലും ഉണ്ടാകൂല. മശ്ശറയിലൊക്കെ അവരിങ്ങനെ എണീറ്റ് വരുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വഹും യൻഖുലൂന തുറാബ അൻ റൂസിഹിം, അവരെ തലയിൽ നിന്ന് മണ്ണ് വാരിയിട്ട് അവരെ മശ്ശറയിൽ എണീറ്റ് വരുമ്പോ അവര് പറയുമത്ര, അൽഹംദുലില്ലാഹില്ലദീ അസ്ഹബ അന്നിയൽ ഹസന, അല്ലാഹുവേ നിനക്കാണ് സർവസ്വരയും, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഭയപ്പാടുകളും നീക്കിത്തന്ന അല്ലാഹ്. മരണസമയത്തൊരു വേദന ഇല്ലായിരുന്നു, ഖബറിലും ഞങ്ങൾക്ക് കട്ടപ്പാടില്ലായിരുന്നു, മശ്ശറിലും ഞങ്ങൾക്ക് പ്രതീക്ഷ ആനന്ദവും തന്നെയാണ്, നിനക്കാണ് സർവസ്വരയുമെന്ന് പറഞ്ഞ് വിശ്വാസികൾ എണീറ്റ് വരുമത്രേ. അല്ലാഹുവേ അങ്ങനെയുള്ള ആളുകളിൽ ഞങ്ങൾക്കും സ്ഥാനം നൽകണമേ തമ്പുരാനെ. അങ്ങനെയുള്ള വിശ്വാസികൾ സ്ഥാനം നേടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവരെണീറ്റ് വരും. മരണസമയത്തും ഖബറിൽ ഒന്നും ഇടങ്ങറില്ല. ഞാൻ ഓർത്തു പോകുന്നു പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് നമ്മോട് വിട പറഞ്ഞു പോയ മഹാനായ കോയക്കുട്ടി ഉസ്താദ്. എന്തൊരു നല്ല മരണമാണ്. കൊതിച്ചു പോകും അത് കേൾക്കുമ്പോൾ. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. കാരണം ഓരോ ദിവസവും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിക്കുന്ന ആളാണ്, വിശ്വാസികളുടെ നായകനാണ്. അല്ലാഹ് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ കണ്ണുനീര് വരുന്നവരാണ്, ജീവിതം അതിനു വേണ്ടി മാറ്റിവെച്ചവരാണ്. കേൾക്കണം നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുത്തെ മരണ ദിവസം ഒരുങ്ങണം. അസ്രായേൽ ഇങ്ങനെ വരുമ്പോ പേടിക്കില്ല, അതല്ലെങ്കിൽ നിലവിളിക്കുകയില്ല, സന്തോഷിക്കുകയാണ് അസ്രായേലിനെ സ്വീകരിക്കാൻ. അവിടെയുള്ള തന്റെ ആളുകളോടൊക്കെ പറയുന്നു, തനിക്ക് തന്റെ ആത്മീയ ഗുരുവിൽ നിന്ന് ലഭിച്ച ആ പ്രത്യേകമായ ദിക്റുകളും ഔറാദുകളും ചൊല്ലണേ. എന്തൊരു വിഷമം വരുമ്പോൾ അവിടുന്ന് പറയത്രേ, ആ ദിക്റൊക്കെ നമുക്ക് എല്ലാവരും കൂടി ഇരുന്ന് ചെല്ലാം. ഉസ്താദും ചെല്ലും, കൂടെ ഉള്ളവരും ചെല്ലും. അത് കഴിഞ്ഞിട്ട് പറയത്രേ, ഞാൻ ദുആ സമ്മേളനത്തിൽ ദുആ ചെയ്യുന്നത് പോലെ അറബിയിലും മലയാളത്തിലും നിങ്ങൾ ദുആരക്കണം, ഞാൻ ആമീൻ പറയാം. മരണ ദിവസവും അത് പറഞ്ഞു യാസീൻ ഓതണം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ള ആയത്ത് 11 തവണ നിങ്ങൾ മടക്കി ഓതണം. പറയുന്നതാരാ? കോയക്കുട്ടി ഉസ്താദ് കൂടെയുള്ളവരോട് പറയുകയാണ്, അല്ലാഹുവേ എന്തൊരു നല്ല മരണമാണ്. ഇതാണ് വിശ്വാസികളുടെ പ്രതീക്ഷ. ആ സമയത്ത് രക്ഷപ്പെടുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഉടനീളം രക്ഷപ്പെടാനുള്ള വഴിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 2:45 അത്തിപ്പറ്റ ഉസ്താദ് എത്തും എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ സന്തോഷം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഉസ്താദിന്റെ ഒരുപാട് സദസ്സുകളിൽ പങ്കെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ ആ ഹളറത്തിൽ വെച്ച് ദിക്റ് ഔറാദൊക്കെ കഴിഞ്ഞ് ദുആയും കഴിഞ്ഞ് യാസീൻ ഓതുക.
യാസീൻ ഇങ്ങനെ ഓതി സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇന്നാ അസ്ഹാബൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ആളുകളെ കുറിച്ച് പറയുന്നു. അവരിങ്ങനെ ആനന്ദിക്കുന്നതിന്റെ ഓരോ രംഗങ്ങളും യാസീനിൽ പറഞ്ഞു. അത് അവസാനിക്കുന്നത് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, രക്ഷിതാവിൽ നിന്നുള്ള രക്ഷാവചനം. സ്വർഗത്തിലേക്ക് കടക്കുന്നവരോട് ആദ്യമായി സലാം പറയുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതമ്പുരാനാണ്. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, രക്ഷിതാവിൽ നിന്നുള്ള രക്ഷാവചനം എന്ന് പറഞ്ഞത് സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ അല്ലാഹ് പറയുന്നതാണ്. ഇത് സൂചിപ്പിക്കുന്ന ആയത്ത് വന്നപ്പോൾ 11 വട്ടം കേൾക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കണം. എന്തുകൊണ്ടാ? മലാക്കമാര് വന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇതാ പ്രതീക്ഷയുടെ വഴി, സന്തോഷിച്ചോളൂ, അബിശ്ശിറൂ ബിൽ ജന്ന. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നിട്ടോ ആ ആയത്ത് 11 തവണ കഴിഞ്ഞപ്പോ അവിടുത്തെ കണ്ണുകൾ അടയുകയാണ്. അവിടുന്ന് ഇങ്ങനെ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ചലനം നിലക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ടവർ, മരണസമയത്ത് ഒരു കഷ്ടപ്പാടും. ഇനി ഖബറിലോ ആദ്യ രാത്രി എന്ന് പറയുന്നതും അത് ഭയങ്കരമായ രാത്രിയാണല്ലോ. ഏതൊരാളും കൊതിക്കുന്നതാണല്ലോ, എന്നും ഓർക്കുന്ന രാത്രിയാണല്ലോ. എന്നാൽ വിശ്വാസികൾ ആ രാത്രിയിലും കരയുകയാണ്. മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, പുണ്യനബിയുടെ പുന്നാരമോൾ ഫാത്തിമത്തു ഖിത്അത്തും മിൻ കബദി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. ഫാത്തിമത്തു ബിനഅത്തും മിന്നി, ഫാത്തിമ എന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ ഫാത്തിമ ബീവി അലി തങ്ങളെ കല്യാണം കഴിച്ചിട്ട് ആദ്യ രാത്രിയുണ്ടല്ലോ, മധുവിധിന്റെ പ്രഥമ രാത്രി എന്ന് പറയുന്ന ആ രാത്രിയിൽ മണിയറയിൽ ഇരുന്നിട്ട് കരയുകയാണ്. ഫാത്തിമ ബീവി തേങ്ങുകയാ. അലി തങ്ങൾ ഭയപ്പെട്ടു, ചോദിച്ചു, ഫാത്തിമ എന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ കരയുന്നത്? എന്നേക്കാൾ നല്ല സൗന്ദര്യമുള്ള, ആരോഗ്യമുള്ള, നല്ല രീതിയിലുള്ള ഭർത്താവിന് നിനക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? എന്തിനാണ് കരയുന്നത്? ഫാത്തിമ ബീവി പറയുകയാണ്, അലി തങ്ങളെ, നിങ്ങൾ നല്ല സൗന്ദര്യവാന് തന്നെയല്ലേ, നല്ല വിജ്ഞാനത്തിന്റെ ഉടമയല്ലേ, തഖ്വയുടെ പ്രതീകമല്ലേ. നിങ്ങളെ എനിക്ക് കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് സങ്കടം വരികയാ, എനിക്ക് കണ്ണുനീര് വരികയാ, എനിക്ക് ഏറ്റവും വലിയ വേദന വരികയാ. അലി തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാ കരയുന്നത്? ഇന്ന് സന്തോഷിക്കേണ്ട രാത്രിയല്ലേ, ഇന്ന് നമ്മുടെ പ്രഥമ രാത്രിയല്ലേ, ഇന്ന് ആദ്യത്തെ രാത്രിയല്ലേ, ഏതൊരാളും ആനന്ദിക്കുന്ന രാത്രിയല്ലേ. പൊന്നുമോള് ഫാത്തിമ ബീവി റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണം കരഞ്ഞിട്ട് പറയുന്നു, അലി തങ്ങളെ, ഈ രാത്രിയിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഖബറിലെ ആദ്യ രാത്രിയാ. മുൻകർ നക്കീർ വരുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോ, ആ ഖബറിലെ അവസ്ഥകളെ കുറിച്ച് ഓർക്കുമ്പോ ഈ രാത്രിയിലെ ആനന്ദം എനിക്ക് പോയി മറയുകയാണെന്ന് പറഞ്ഞ് ഫാത്തിമ ബീവി കരയുകയാ. ചിന്തിക്കണം, അതാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. ആ രാത്രി വല്ലാത്തൊരു രാത്രി തന്നെയാ. ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ നല്ല വിശ്വാസികളാണെങ്കിൽ പ്രതീക്ഷ കൊടുക്കുകയാണ്. മാലാക്കമാര് പറയുമത്രേ, നമുക്ക് നൗമത്തിൽ അറോസ്, പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തൊരു നല്ല ഉറക്കായിരിക്കും അത്. മഹാനായ കോയക്കുട്ടി ഉസ്താദിനെ കുറിച്ച് ചിന്തിക്കണം. അവിടുത്തെ ഖബറിലെ ആദ്യ രാത്രി എന്ന് പറയുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയാണ്. മിഅ്റാജിന്റെ രാത്രിയല്ലേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശ്വാസികൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ പറഞ്ഞു കൊടുക്കുക. ഇനി അവരോട് പറയുന്നു, ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചേക്കാം, നിരാശപ്പെടേണ്ടതില്ല. പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഖുൽ നബിയേ, താങ്കൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. കേൾക്കണം, അല്ലാഹുവിന്റെ പ്രതീക്ഷ കൊടുക്കുന്ന വഴി. അവിടുന്ന് പറയുന്ന ശൈലി തന്നെ അങ്ങനെ. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തിന്റെ മേൽ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ. അല അൻഫുസിഹിം, നിങ്ങൾ എന്ത് നന്മ ചെയ്താലും നിങ്ങൾക്ക് തന്നെയാണെന്നാണ്, എന്ത് തിന്മ ചെയ്താലും നിങ്ങൾക്ക് തന്നെ. മൻ അമില സാലിഹൻ ഫലിനഫ്സിഹി, അല്ലാഹു പറയുകയാണ്. എന്തൊരു നല്ലത് ചെയ്താലും നിങ്ങൾക്ക് തന്നെ. നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നു, റമദാനിൽ നോമ്പെടുക്കുന്നു, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, ഇതുകൊണ്ട് അള്ളാന്റെ സ്ഥാനം ഇങ്ങനെ ഉയരായൊന്നൊന്നുമില്ല. നിങ്ങൾ കള്ളുടിച്ച് കിടക്കുകയാണെങ്കിൽ അള്ളാന്റെ സ്ഥാനം കുറയായൊന്നുമില്ല. എന്ത് ചെയ്താലും നിങ്ങൾക്ക് തന്നെ. നല്ലത് ചെയ്താൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തന്നെ, തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ നിങ്ങൾക്ക് തന്നെ. ഇത് മനസ്സിലാക്കണം. സ്വന്തത്തോട് അതിക്രമം ചെയ്തു എന്നാ പറയണം. മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നു, ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അതല്ല അവന്റെ സ്വന്തത്തോട് അതിക്രമം ചെയ്തു, അങ്ങനെ അള്ളാന്റെ ശൈലി.
ആദം നബി സ്വർഗത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടി വന്നപ്പോ അവിടുന്ന് പറഞ്ഞതും റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞാൻ എന്റെ സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയി എന്നാ പറഞ്ഞത്. നമ്മളെ സ്വന്തത്തോടെ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കും പ്രതീക്ഷ കൊടുക്കുക. അവിടെ അള്ളാഹുവിന്റെ ശൈലി യാ ഇബാദി എന്ന് പറഞ്ഞു, എന്റെ അടിമകളെ എന്ന്. അഥവാ അള്ളാഹ്ക്ക് അടിമത്വത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന വിശ്വാസത്തിന്റെ കണികയുള്ളവർക്കാണ് ആ പ്രതീക്ഷ കൊടുക്കുന്നത്. അവരെത്ര അധികമായി തെറ്റ് ചെയ്താലും അവരോട് പറയുന്നു ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, ഒരിക്കലും നിരാശപ്പെടണ്ട, അള്ളാന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടണ്ട. പിന്നെയോ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, വലിയ പ്രതീക്ഷയല്ലേ. അള്ളാഹു പാപം പുറത്തിരുന്ന് മാത്രമല്ല പറഞ്ഞത്, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, മുഴുവൻ പാപം അള്ളാഹ് പുറത്തിരുന്ന. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് അള്ളാഹ് ഒന്നുകൂടി പ്രതീക്ഷ തരാ, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നിങ്ങൾ സംശയിക്കണ്ട, തീർച്ചയായും അള്ളാഹു പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനും തന്നെയാ. നിങ്ങൾക്കൊരിക്കലും നിരാശ വേണ്ട, നിങ്ങൾ പ്രതീക്ഷ വെച്ചോളൂ. നമ്മുടെ ഓരോ ഇബാദത്തുകളും പ്രതീക്ഷയായി പരിശുദ്ധ റസൂല് പറയുന്നു. 5 നേരത്തെ നിസ്കാരം അള്ളാഹു പ്രതീക്ഷ നൽകുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഒരിക്കൽ ഒരു സഹോദരൻ ഇങ്ങനെ ഓടി ഓടി വരികയാണ്. പരിശുദ്ധ റസൂലിന്റെ ഹദ്റത്തിൽ വന്നിട്ട് പറയുന്നു, അസബതു ഹദ്ദാ ഫഅഖിംഹു അലയ്യാ. അള്ളാഹുവിന്റെ റസൂലേ, ഞാനൊരു തെറ്റ് ചെയ്തു പോയ പ്രവാചകരെ, അതിന്റെ ശിക്ഷ എത്തിച്ചിട്ടുണ്ട്, എന്നിൽ ആ ശിക്ഷ നടപ്പിലാക്കണം. റസൂലുള്ളാഹി തങ്ങൾ നിസ്കാരത്തിന് സമയമായിരുന്നു, അതുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടിയാണ് പോയി. ഇമാമായി നിസ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരൻ കൂടെ നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ സഹോദരൻ ചെന്ന് പറയാ, അള്ളാഹുവിന്റെ തിരുദൂതരെ തെറ്റ് സംഭവിച്ചല്ലോ, എന്നിൽ ശിക്ഷ നടപ്പിലാക്കണം. ഒരു ഖേദം, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ വലിയ ശിക്ഷ വാങ്ങേണ്ടി വരില്ലേ എന്നുള്ള ഒരു ഖേദം പ്രിയപ്പെട്ടവരെ വലിയ വിഷമമായി. സുല്ലായുധങ്ങളോട് പറഞ്ഞു, തെറ്റ് സംഭവിച്ചു, എന്ത് ചെയ്യും? ചോദിച്ചു, എന്തായിരുന്നു തെറ്റ്? അതിനെക്കുറിച്ച് വിശദീകരിക്കപ്പെടുന്നുണ്ട്. ആ മനുഷ്യൻ ഒരു സ്ത്രീയുമായി ചുംബനത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നും. സുല്ലായുധങ്ങള് ഈ തെറ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോ ചോദിച്ചു, ഹൽ ഹലർത മഅനാ അസ്സലാ, നീ നിസ്കാരത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നോ? നഅം യാ റസൂലല്ലാഹ്, അതേ പ്രവാചകൻ, നിസ്കരിക്കാൻ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഖദ് ഗുഫിറ ലക, എന്നാ ഈ ഭയപ്പെടണ്ട, നിന്റെ പാപം പുറത്തിട്ടുണ്ട്. ആ മനുഷ്യനെന്തോ ഒന്നുകൂടി സന്തോഷകരമായി പ്രിയപ്പെട്ട പ്രവാചകൻ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു, അഖിമിസ്സലാത തറഫൈൻ നഹാർ സുലഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാത് യുദ്ഹിബുനസ് സയ്യിആത്. അഖിമിസ്സലാത തറഫൈൻ നഹാർ വസുലഫം മിനൽ ലൈൽ, പകലിന്റെ രണ്ടറ്റത്തും രാത്രിയുടെ ഉള്ളുകളിലും നീ നിസ്കാരം നിലനിർത്തണം. അങ്ങനെയുള്ള നന്മകളുണ്ടല്ലോ നിസ്കാരമൊക്കെ, അത് തിന്മകൾ അങ്ങ് മായ്ച്ചു കളയും, തിന്മകളെ ഇല്ലാതെയാക്കും. ആ സഹോദരന് വലിയ പ്രതീക്ഷ കൊടുക്കുക. 5 നേരം കൃത്യമായിട്ട് നിസ്കരിച്ചോ, വിശ്വാസികളെ പാപങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുന്നു. നോമ്പിനെ കുറിച്ച് പറയുന്നു, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നോമ്പെടുത്താലും പാപങ്ങൾ പൊറുക്കപ്പെടും. പക്ഷെ എങ്ങനെ നോമ്പെടുക്കണം? ഈമാനൻ. അവിടെയും പറഞ്ഞു വിശ്വാസികൾക്ക് അതുള്ളൂ. വഹ്തിസാബ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നല്ല നോമ്പുകാരായാൽ പാപങ്ങൾ പൊറുക്കപ്പെടുക. തറാവീഹ് നിസ്കാരത്തെക്കുറിച്ചും പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. കൃത്യമായി തറാവീഹ് നിസ്കരിച്ചോ, പാപങ്ങൾ ഇങ്ങനെ പുറത്തു പോകും. അവിടെയും പറഞ്ഞു കൊടുത്തത് ഈമാന, വിശ്വാസികൾക്ക് പ്രതീക്ഷ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മൻ ഫത്തറ സായിമ കാന ലിദുനൂബിഹി മഗ്ഫിറ. ഒരു നോമ്പുകാരനെ നോമ്പ് ഉറപ്പിച്ചാൽ അതും പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. എത്ര വലിയ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റസൂൽ വിശ്വാസികൾക്ക് നൽകുന്നത്. സഹാബാക്കൾ അങ്ങ് കരഞ്ഞിട്ട് പറഞ്ഞു, നോമ്പ് ഉറപ്പിക്കാൻ ഞങ്ങളടുത്ത് ഒന്നുമില്ലല്ലോ. അവിടുന്ന് പറഞ്ഞു, ഒരിറക്ക് വെള്ളം കൊണ്ടെങ്കിലും നോമ്പ് തുറപ്പിച്ചോ. മൻ സഖാ സായിമ സഖാഹുല്ലാഹു മിൻ ഹൗലി. ആരെങ്കിലും നോമ്പുകാരന് നോമ്പ് തുറക്കാൻ വെള്ളം കൊടുത്താൽ അവൻക്ക് എന്റെ ഹൗലിൽ നിന്ന് അല്ലാഹ് കുടിപ്പിക്കുന്നതാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. വലിയ പ്രതീക്ഷയല്ലേ?
അള്ളാന്റെ റസൂലിന് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിപ്പിക്കുന്നു. നോമ്പിനെ കുറിച്ച് പറയുന്നു. ഹജ്ജിനെ കുറിച്ചോ? അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബലഹു. ആരെങ്കിലും ഹജ്ജ് ചെയ്തു എന്നാൽ പ്രിയപ്പെട്ടവരെ അവന്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊളിച്ചെഴുതുന്നു. മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. ഒരാൾ ഹജ്ജ് ചെയ്തു, ആ ഹജ്ജിൽ നല്ല വിശ്വാസിയായിട്ട് ഹജ്ജ് ചെയ്തു. ഒരു അനാവശ്യ വാക്കില്ല, പ്രവർത്തനമില്ല, വാഗ്വാദ തർക്കങ്ങളില്ല, അനാവശ്യ പ്രവർത്തനമൊന്നുമില്ല. എന്നാൽ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വന്ന ആ ദിവസം പോലെ എല്ലാ പാപങ്ങളിൽ നിന്നും അവൻ മടങ്ങി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓരോ ഇബാദത്തുകളെ കുറിച്ച് ഇവിടുന്ന് പ്രതീക്ഷ പറഞ്ഞു തരിക. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥതയോടെ പ്രതീക്ഷ വെച്ചാൽ അള്ളാഹു ആ തെറ്റിന് പകരം നന്മയെ രേഖപ്പെടുത്തുമത്രേ. ഒരു മനുഷ്യന് തെറ്റ് ചെയ്താൽ നന്മയും തിന്മയും രേഖപ്പെടുത്താനുള്ള മലക്കോളുണ്ട്. അതിൽ നന്മ രേഖപ്പെടുത്തുന്ന മലക്കോള് പറയത്രേ, പ്രിയപ്പെട്ടവരെ തിന്മ രേഖപ്പെടുത്തുന്ന മലക്കിനോട് ഇത് രേഖപ്പെടുത്തണ്ട, അവൻ ഇസ്തിഗ്ഫാർ നടത്തുന്നുവോ എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്ക്, ഉണ്ടെങ്കിൽ അത് വായിച്ചോളണം. അങ്ങനെ 5 തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ രേഖപ്പെടുത്താൻ വേണ്ടി പറയും. എന്നിട്ട് ആ മനുഷ്യന് നന്മ ചെയ്യുന്നുവെങ്കിൽ, ചെറുപാപങ്ങളാണെങ്കിൽ നന്മക്ക് 10 ഇരട്ടി പ്രതിഫലമല്ലേ? ഈ 5 തിന്മകളും മായ്ച്ചു കളയുകയാണ്. എന്തൊരു സ്നേഹമാണ് അള്ളാഹുവിന് തന്റെ അടിയാറുകളോട്. അള്ളാഹു ഒരു നന്മ മനസ്സിൽ കരുതിയാൽ ഒരു നന്മ രേഖപ്പെടുത്തി. ഒരു നന്മ കരുതുകയും പ്രവർത്തിക്കുകയും ചെയ്താലോ 10 ഇരട്ടി പ്രതിഫലം രേഖപ്പെടുത്തി. ഒരു തിന്മ ചെയ്താലോ ഒരു ശിക്ഷയെ അള്ളാഹു രേഖപ്പെടുത്തുള്ളൂ. ചിന്തിച്ചു. അത് തന്നെ മാലാഖമാരോട് പറയും, കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം, അവൻ ഇസ്തിഗ്ഫാർ നടത്തുന്നോ എന്നൊരു പ്രതീക്ഷ അവനിൽ കൊടുക്കണം. ഒന്ന് പറയുന്നു, അള്ളാഹു പറയുന്നതായി പുണ്യനബി പഠിപ്പിക്കുകയാണ്. എന്റെ ഒരു അടിമ ഒരു തെറ്റ് ചെയ്തു, എന്നിട്ടോ ഫഖാല അല്ലാഹുമ്മ ഗ്ഫിർലി, അവൻ പറഞ്ഞു അല്ലാഹ് എനിക്ക് പുറത്തു തരണേ. അപ്പൊ അല്ലാഹ് പറയത്രേ, ഫഅലിമ അന്ന ലഹു റബ്ബ യഅഖുദു ബിദ്ദംബി വയഗ്ഫിറു ദംബ. പാപം പുറത്തു കൊടുക്കുന്ന ഒരു അല്ലാഹു, എന്നാൽ പൊറുക്കലിനെ ചോദിച്ചില്ല എങ്കിൽ പിടിച്ച് ശിക്ഷിക്കുന്ന ഒരു അല്ലാഹു ഉണ്ട് എന്നുള്ളൊരു ബോധം അവൻക്കുണ്ടായല്ലോ. അതുകൊണ്ട് ഇന്നി ഗഫർതു ലഹു, ഞാൻ അവന് പുറത്തു കൊടുത്തു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പുറത്തു കൊടുക്കുക അല്ലാഹു. അല്ലാഹു ദേഷ്യമില്ല. അത്തായിബു കമല്ലാ ദംബ ലഹു. ഒരു തെറ്റ് ചെയ്ത മനുഷ്യൻ തൗബ ചെയ്താൽ, അവിടെ തൗബയെ കുറിച്ച് പറയുന്ന തൗബതൻ നസൂഹ. ആരോടാ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ തൗബ ചെയ്തിട്ട് കാര്യമുള്ളൂ. പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്ത് നല്ല വിശ്വാസിയാകണം. ഇല്ലാ മൻ താബ വ ആമന വ അമില സ്വാലിഹാൻ. അല്ലാഹു 3 രീതിയിലാണ് പറഞ്ഞത്. അവൻ തൗബ ചെയ്തു, നല്ല വിശ്വാസിയായി, സൽക്രമത്തിൽ മുഴുകിയാൽ അവൻക്ക് അല്ലാഹു സ്വീകാര്യത കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാലോ പ്രിയപ്പെട്ടവരെ, അത്തായിബു കമല്ലാ ദംബ ലഹു, പാപങ്ങളില്ലാത്തവനെ പോലെയാണ്. നമ്മളൊരു പക്ഷേ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ എന്തെങ്കിലും ഡാറ്റകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അത് റീസൈക്കിൾ ബിൻ എന്ന സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കും. അത്ര അതിനും കളഞ്ഞാൽ പിന്നെ എടുക്കാൻ വഴികളുണ്ടെന്ന്. എത്ര കളഞ്ഞാലും അവിടെ ഉണ്ടാവുന്നു. നമ്മൾ മൊബൈലിലൊക്കെ ഫോട്ടോ എടുത്താൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു പക്ഷേ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഡാറ്റ റിക്കവറി മെമ്മറി എന്ന സോഫ്റ്റ്വെയറിൽ നിന്ന് തിരിച്ചെടുക്കാൻ കഴിയും. അത്ര പലരും മനസ്സിലാക്കിയിട്ടില്ല. ചിലപ്പോ സ്വന്തം മൊബൈലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ റൂമിലൊക്കെ ഇരുന്നിട്ട് അശ്ലീലമായ ചിത്രങ്ങളൊക്കെ എടുത്തിട്ട് എങ്ങനെയുണ്ട് എന്ന് ആസ്വദിച്ച് ഇങ്ങനെ കാണും. ഒരു പക്ഷേ സ്വന്തം ഭാര്യയെയും അതിൽ കൂട്ടും. എന്നിട്ട് കുറച്ച് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. ഭയങ്കര വിശ്വാസം, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ആ മെമ്മറി കാർഡും പ്രിയപ്പെട്ടവരെ ആ ഫോണും മറ്റൊരുത്തന്റെ കയ്യിലെത്തിയാൽ അത് ഡിലീറ്റ് ചെയ്ത് കാര്യം ഈ ഡാറ്റ റിക്കവറി മെമ്മറിയിലൂടെ തിരിച്ചെടുക്കാൻ കഴിയത്രേ. എത്ര മായ്ച്ചാലും മായില്ല. ഇതാര് ശ്രദ്ധിക്കുന്നു? ഇതൊക്കെ ലോകത്ത് നിന്ന് പല നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ഒളിക്യാമറകൾ പ്രിയപ്പെട്ടവരെ അതിന്റെ ഉള്ളിലൊക്കെയുണ്ട്. ആ ക്യാമറകളുണ്ട് എങ്കിൽ ആ ക്യാമറയുടെ കണക്ട് ചെയ്ത മറ്റൊരാൾക്ക് അത് ഒപ്പിയെടുക്കാൻ കഴിയും എന്നും പറയുന്നു. ഇനി നമുക്കിടയിൽ നമ്മിൽ നിന്നൊരു 100 രൂപ ഒരാൾ കടം വാങ്ങിയിരുന്നു. അയാൾ പറഞ്ഞ അവധിത്തിയിട്ടും തന്നില്ല. പിന്നെ കുറെ ചോദിച്ച് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞ് 100 രൂപക്ക് 10 രൂപയുടെ മൂല്യമുള്ള കാലത്താണ് 100 രൂപ തിരിച്ചു തരുന്നത്. തന്നു. എന്നിട്ട് അയാൾ പൊരുത്തപ്പെടാനൊക്കെ പറഞ്ഞു. എന്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ പൊരുത്തപ്പെടും ചെയ്തു. എന്നിട്ടും കുറെ കാലങ്ങൾ കഴിഞ്ഞിട്ട് ആ മനുഷ്യനെ പിന്നെ തീരെ കാണുന്നില്ല. പിന്നെ എന്നോ ഒരിക്കൽ കണ്ടാൽ നമ്മുടെ മെമ്മറിയിൽ ആദ്യം വരെന്താ, എന്റെ അടുത്ത് 100 റുപ്യ വാങ്ങിയ മനുഷ്യനാണ്, കുറെ കാലം കഴിഞ്ഞ് തിരിച്ചെന്താ മനുഷ്യനെ പോവോ? ചിന്തിച്ചു നോക്കൂ. മനുഷ്യന്മാരുടെ അവസ്ഥ എങ്ങനെ?
ചെറുപ്പത്തിൽ മദ്രസയ്ക്ക് പോകുന്ന സ്കൂളിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ ഒരുപക്ഷെ മാവിന്റെ മുകളിൽ എറിഞ്ഞിട്ട് മാമ്പഴം താഴോട്ട് ചാടി അങ്ങനെ മാങ്ങ കട്ട ആളായിരിക്കും. എത്ര വലുതായി വലിയ ഉസ്താദായാലും പറയും ചെറുപ്പത്തിൽ മാങ്ങ കട്ട ആളാണ്. മനുഷ്യന്മാര് പറയില്ലേ? എന്നാൽ അള്ളാഹുവിന്റെ അരികിൽ പ്രിയപ്പെട്ടവരെ തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്താൽ കമല്ലാദംബലഹു, എന്തൊരു വലിയ പ്രതീക്ഷയാണ്. ഇങ്ങനെ ഒരു സൃഷ്ടിക്ക് പോലും പ്രിയപ്പെട്ടവരെ പറയാൻ കഴിയില്ലല്ലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കേൾക്കണം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഏറ്റവും വലിയ പ്രതീക്ഷയുടെ കവാടം തുറന്നു വെക്കുകയാണ്. ഒരിക്കൽ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകന്റെ സന്നിധിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോ വഴിയിലതാ ഒരു പെണ്ണ് നിന്ന് കരയുകയാണ്. എന്നിട്ട് പറയുന്ന അബൂ ഹുറൈറ തങ്ങളെ, നിങ്ങൾ വലിയ മതവിജ്ഞാനമുള്ളവരല്ലേ, പ്രവാചകന്റെ ദർസിലെ വിദ്യാർത്ഥിയല്ലേ, ആ വിദ്യാർത്ഥികൾക്കിടയിലെ ലീഡറല്ലേ? അള്ളാഹുവിന്റെ റസൂൽ അന്തി ഉറങ്ങുന്ന ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട സ്ഥലമാണ് ഹുജറ ഷരീഫ്, മദീനത്തുൽ മുനവ്വറയിൽ. അള്ളാഹു അത് കാണാൻ, കൺകുളിർക്ക് കാണാൻ, പുണ്യമെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് സ്വർഗ. എന്താ സ്വർഗത്തിന്റെ പ്രത്യേകത? മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും, മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗാണെന്ന്. എന്താ സ്വർഗത്തിന്റെ പ്രത്യേകത? റസൂലുള്ള വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ നടന്നുപോയ സ്ഥലം, അവിടുത്തെ കാൽപാദം പതിഞ്ഞ സ്ഥലത്തിനാ സ്വർഗം എന്ന് പറഞ്ഞത്. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയാം, റസൂലുള്ളയുള്ള ഹൃദയ, റസൂലുള്ള നടക്കുന്ന ഹൃദയം, റസൂലുള്ള നടക്കുന്ന നാവ്, റസൂലുള്ളയെ ഓർമ്മയുള്ള ആ മനുഷ്യൻ സ്വർഗസ്ഥനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ള നടന്ന ആ സ്ഥലം സ്വർഗമാണ്. റസൂലുള്ള നടക്കുന്ന നാവിന്റെ ഉടമ സ്വർഗത്തിന്റെ ഉടമയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഹുജറ ഷരീഫിന്റെ തൊട്ടു പുറകിൽ പ്രിയപ്പെട്ടവരെ ഒരു തറ കാണും. ചുറ്റും ഇങ്ങനെ കമ്പി, പിന്നെ ഒരു ചങ്ങല കൊണ്ടിങ്ങനെ പ്രത്യേകമായ ആവരണത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്താ അതിന്റെ പ്രത്യേകത? അത് സുഫത്തിന്റെ അഹ്ലുകാരിൽ നിന്ന്, പ്രവാചകനിൽ നിന്ന് വിജ്ഞാനത്തിന്റെ മുത്തുമണികൾ പെറുക്കിയെടുത്ത ആ ഏറ്റവും നല്ല സ്ഥലമാണ്. അത് അവരുടെ നേതാവായിരുന്ന അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന്. ഭക്ഷണം അവർക്ക് പ്രശ്നമല്ല. പ്രിയപ്പെട്ടവരെ, അവർക്ക് മറ്റുള്ള ജീവിതത്തിലെ ഒരു സുഖവും പ്രശ്നമല്ല. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് വിജ്ഞാനത്തിന്റെ മുത്തുമണികൾ കിട്ടുമ്പോൾ അത് പെറുക്കിയെടുക്കാനുള്ള മത്സരബുദ്ധിയായിരുന്നു. അതിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു അബൂ ഹുറൈറ തങ്ങൾ. അബൂ ഹുറൈറ തങ്ങളെ കണ്ടപ്പോ ഈ പെണ്ണ് പറഞ്ഞു, യാ അബാ ഹുറൈറ ഖദ് ഇർതകബതു ദംബൻ അലീമാ. അബൂ ഹുറൈറ തങ്ങളെ, ഞാൻ വലിയ ഒരു തെറ്റ് ചെയ്തു പോയി. ഹൽ മിൻ തൗബ, തൗബയുണ്ടോ എനിക്ക് എന്ന് ചോദിക്കുമ്പോ അബൂ ഹുറൈറ തങ്ങൾ ചോദിച്ചു, എന്താണ് ചെയ്ത തെറ്റ്? ഇന്നി സനൈതു വഖതൽതു വലദീ മിനസ്സിനാ. ഞാൻ വ്യഭിചരിച്ചു അബൂ ഹുറൈറ തങ്ങളെ. എന്ന് മാത്രമല്ല, വ്യഭിചാരത്തിൽ ഗർഭിണിയായി. ആ ഗർഭത്തിലുള്ള കുഞ്ഞിനെ പ്രസവിച്ചപ്പോ വഖതൽതു വലദീ മിനസ്സിനാ, വ്യഭിചാരത്തിൽ എനിക്ക് ജനിച്ച എന്റെ സന്താനത്തെ കൊല്ലുകയും ചെയ്തു. രണ്ട് മഹാ തെറ്റുകളാ ചെയ്തത്. ഒന്ന് വ്യഭിചാരം, മറ്റൊന്ന് കൊലപാതകം. രണ്ടും വലിയ തെറ്റാണ്. ആ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, നിനക്ക് നാശമാണ്, ഏറ്റവും വലിയ അപകടമാണ്. തൗബേ പോ എന്ന് പറഞ്ഞ് ആട്ടിവിട്ടു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ സവിധത്തിലെത്തിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പള്ളിയിൽ നിന്ന് പോകുമ്പോ ഒരു പെണ്ണ് വടിയിൽ നിന്ന് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു, നിനക്ക് നാശമാണ്, തൗബയൊന്നുമില്ല എന്ന്. ഇതങ്ങ് കേട്ടപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ മുഖഭാവം മാറി. അവിടുന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭയങ്കരമായ ഒരു മുസീബത്ത്, ഒരു ആപത്ത് സംഭവിച്ചതുപോലെ റസൂലുള്ളാഹി തങ്ങൾ ആ പദം പറഞ്ഞ് അബൂ ഹുറൈറ തങ്ങളും പേടിച്ചുപോയി. അവർ പറഞ്ഞു, വല്ലദീന യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ. അല്ലാഹുവെ എല്ലാവരും ആരാധിച്ചു കൊണ്ടിരിക്കുന്നു അവർ. അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ അള്ളാഹു അനുവദിക്കാത്ത ശരീരങ്ങളെ കൊലപ്പെടുത്തുന്നവർ, അതുപോലെ തന്നെ വ്യഭിചാരത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ, ഈ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കാണ് രക്ഷ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് അള്ളാഹു അവിടെ നിന്ന് പറയുന്നത് എന്താ? ഇല്ലാമൻ താബ വ ആമന വ അമില സാലിഹാ ഫഉലൈക യുബദ്ദിലുഹുമുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വ കാനല്ലാഹു ഗഫൂറർ റഹീമാ. അള്ളാഹ് അവിടെ പറഞ്ഞത് ഇല്ലാമൻ താബ വ ആമന വ അമില സാലിഹാ. തൗബ ചെയ്തു, നല്ല വിശ്വാസിയായി, അപ്രകാരം തന്നെ സൽപ്രവർത്തനങ്ങൾ ചെയ്താൽ
അവർക്ക് അവരുടെ ആ തിന്മകളെ അള്ളാഹു നന്മകളാക്കി പകരമാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ പെണ്ണിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമല്ലോ. ഈ എന്തിനാ പെണ്ണിന് നാശണ്ട് എന്ന് പറഞ്ഞത്? വലിയ പ്രതീക്ഷയുടെ കവാടം തുറന്നു കൊടുക്കുകയാണ് മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഉൾക്കൊള്ളുക പ്രിയപ്പെട്ടവരെ, അതിന്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ അള്ളാഹുവിൽ നിന്നുള്ള വലിയ പ്രതീക്ഷയുടെ വഴി. ഇൻഷാ അല്ലാഹ് ആ പ്രതീക്ഷയുടെ വഴി ഇവിടെ മറ്റൊരു ദിവസത്തിൽ ആ വിഷയമുള്ളത് കൊണ്ട് ഞാൻ അവിടേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. വിശ്വാസികൾക്ക് പ്രതീക്ഷ പറഞ്ഞു അള്ളാഹു പറയുന്നു ഒരു അധ്യായത്തിൽ ഒരുപാട് വചനങ്ങളിലൂടെ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് വിജയമുള്ളത്, തീർച്ചയായും സംശയിക്കണ്ട, അവർ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവ വിശേഷണങ്ങൾ എങ്ങനെ? അല്ലദീനഹും അൻ സലാത്തിഹിം അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. 2 തവണ പറയുന്നുണ്ട് അവിടെ വല്ലദീനഹും അലാ സലവാത്തിഹിം ഹാഫിളൂൻ. അവർ നിസ്കാരത്തിൽ അവർ സൂക്ഷ്മതയും അതുപോലെ തന്നെ നിലനിർത്തുന്നവരും. എന്നെങ്കിലും ഒരു സുബഹി നിസ്കരിക്കുക എന്നല്ല, എല്ലാ നിസ്കാരങ്ങളും കൃത്യമായി നിർവഹിക്കുന്ന ആളുകളാണ്. എന്നിട്ടിങ്ങനെ പറയാണ് അവർ അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്, അവർ അധർമ്മങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ്, അവർ സക്കാത്തിനെ കൊടുത്തുവിട്ടുന്നവരാണ്, അവർ ഗൃഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ആ സത്യവിശ്വാസികളുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടല്ല പറയാണ് ഉലൈക ഹുമുൽ വാരിസൂൻ. ആ വിശ്വാസികളാണ് അനന്തരമെടുക്കുന്നത്. അല്ലദീന യരിസൂനൽ ഫിർദൗസ്. അവരാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അനന്തരമെടുക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവനാണ് സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനം അനന്തരമെടുക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയാം. അവിടെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത് വിശ്വാസികളുടെ സ്വഭാവ മഹിമ ഖുർആൻ പറഞ്ഞതുണ്ടാകണം. ഒന്ന് പറഞ്ഞത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാകണം. എന്നാൽ ചില നിസ്കാരക്കാർക്ക് നരകമുണ്ടെന്ന് പറഞ്ഞു. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തിൽ അശ്രദ്ധയുള്ളവർ. ഇവിടെ വളരെ ഗൗരവത്തിൽ പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിൽ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ? മുഫസ്സിരീങ്ങൾ അതിനെക്കുറിച്ച് വിവിധ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് പറയുന്നു അവര് നിസ്കാരത്തിൽ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കും, പക്ഷെ എപ്പോഴെങ്കിലും നിസ്കാരമുള്ളൂ. സുബഹി നിസ്കരിച്ച പിന്നെ ളുഹർ ഉണ്ടാവില്ല, ളുഹർ നിസ്കരിച്ച പിന്നെ അസർ ഉണ്ടാവില്ല. ചില നിസ്കാരങ്ങളിൽ അശ്രദ്ധ, ചില നിസ്കാരങ്ങളിൽ ശ്രദ്ധ. ഇത് ഈ നരകം ലഭിക്കുന്നവരാണ്. അല്ലാഹു കാക്കട്ടെ. ഏതെങ്കിലും ഒരു വക്തല്ലല്ലോ നിസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയുന്നു ചില നിസ്കാരക്കാർ നിസ്കരിക്കും, പക്ഷെ സമയത്തിന്റെ ആദ്യത്തിൽ നിസ്കരിക്കാൻ അവസരം ഉണ്ടായാലും അവസാനം വരെ വെറുതെ പിന്തിപ്പിക്കുക. ഇത് അശ്രദ്ധയോടെ പിന്തിപ്പിച്ചവരാണോ അവർക്ക് നരകം. മൂന്നാമത് പറയുന്നു നിസ്കരിക്കുന്നു, പക്ഷെ നിസ്കാരത്തിന്റെ ഷർത്തും ഫർദൊന്നും അറിയില്ല, അതിലൊന്നും ശ്രദ്ധയില്ല. അത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും പഠിക്കൂല. നിസ്കാരത്തിന്റെ ഷർത്ത് എത്രേ ചോദിച്ചാൽ അറിയില്ല, നിസ്കാരത്തിന്റെ ഫർദ് എത്രേ അതും അറിയില്ല. ഇത് അശ്രദ്ധയുടെ നിസ്കാരമാണ്. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിസ്കാരത്തിൽ ശരിക്കും ഭക്തി. മഹാനായ അലി റളിയല്ലാഹു അൻഹുവൊക്കെ പ്രിയപ്പെട്ടവരെ ശത്രുവിന്റെ ഏറ്റവും വലിയ ആയുധം ശരീരത്തിൽ പതിഞ്ഞപ്പോ അത് പറിച്ചെടുക്കുമ്പോ വേദന കൊണ്ട് പൊളയുമ്പോ പറഞ്ഞത്, ഞാൻ നിസ്കരിക്കാനങ്ങ് കൈകെട്ടിയാൽ നിങ്ങളെടുത്തോളൂ എന്ന് അറിഞ്ഞില്ല എന്നാണ്. അതാണ് അല്ലാഹ് എന്നുള്ള ചിന്തയിൽ മുഴുകിയ ആളുകൾ. മഹാനവറുകൾ വേദനയെ അറിഞ്ഞില്ല എന്ന്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് വരുന്നുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ അവിടുത്തെ ആത്മീയ തണൽ ദീർഘകാലം ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാവരും അവിടെ ഇരുന്നോളൂ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദമാണ് മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഈ സദസ്സിൽ ഒന്ന് പങ്കെടുക്കുക. അതും പരിശുദ്ധ റമദാൻ. എല്ലാവരും ആ സ്ഥലത്ത് തന്നെ ഇരിക്കുക. അത് ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കരുത്. പ്രായമേറെ ഉണ്ടായിട്ടും ആരോഗ്യം ഒരുപാട് ക്ഷയിച്ചിട്ടും നമ്മെപ്പോലുള്ള ആളുകളുടെ വേദനകൾ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് പറയാൻ, നമുക്ക് ആശ്വാസം നൽകാൻ, നമുക്ക് പ്രതീക്ഷ നൽകാൻ കടന്നു വന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹു
അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഒത്തുകൂടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകട്ടെ. നിങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെയുള്ള മഹാന്മാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവരാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ അത്താണികൾ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായി പറഞ്ഞു. നിസ്കാരത്തിൽ ഭക്തിയുണ്ടോ പ്രിയപ്പെട്ടവരെ? അവർക്ക് അള്ളാഹു പറയുന്നു ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാണ് സ്വർഗം അനന്തരം എടുക്കുന്നത്. പിന്നെ പറയുന്നു വല്ലദീന ഹും അനിൽ ലഗ്വി മുഗ്രിദൂൻ, അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർ. അനാവശ്യ വാക്കുകളോ പ്രവൃത്തികളോ ചിന്തയോ ഒന്നുമില്ലാത്ത ആളുകൾ. എന്നാൽ നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ബഹുഭൂരിഭാഗവും അനാവശ്യ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും വഴികളല്ലേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അനാവശ്യമായി അങ്ങാടിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്. ഒരിക്കലും അങ്ങാടിയിലേക്ക് ആദ്യം പ്രവേശിക്കുന്നവരും അങ്ങാടിയിൽ നിന്ന് അവസാനം പുറപ്പെടുന്നവരുമാകരുത്. എന്താ ഈ പറഞ്ഞത്? അനാവശ്യമായി അങ്ങാടികളിൽ സമയം ചെലവഴിക്കരുത്. കാരണം ഫീഹാ ബാല ശൈത്താനു വഫറഖ, അവിടെയാണ് ചെകുത്താന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുന്നത്. ഒരുപക്ഷെ നമ്മളും ആ പിശാചിന്റെ മക്കളായി രൂപാന്തരപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നാൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലോ അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗളുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ, അള്ളാഹുവിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിന്റെ പള്ളികളാണ്, ഏറ്റവും ദേഷ്യമുള്ളത് അങ്ങാടികളാണ്. പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങാടികളാണ്, ഏറ്റവും ദേഷ്യമുള്ളത് പള്ളികളാണ്. വിശ്വാസികൾക്ക് ഏറ്റവും പ്രിയമുള്ളത് പള്ളികളാണ്. പ്രിയപ്പെട്ടവരെ കൂടുതലും ഇഷ്ടപ്പെടാത്തത് അങ്ങാടികളാണ്. ആവശ്യം കഴിഞ്ഞ് അങ്ങാടിയിൽ നിന്ന് അവർ വരും. അതാ വിശ്വാസികളുടെ സ്വഭാവം. അവരിങ്ങനെ കവലകളിലോ അങ്ങാടികളിലോ അനാവശ്യ സമയം ചെലവഴിക്കുന്നവരല്ല. കാരണം അവിടെ പിശാചാണ്. മറ്റൊരു വചനത്തിൽ പ്രവാചകൻ പറയുകയാ അവിടെ ചെകുത്താന്റെ വിളനിലമാണ്. അവൻ കൊടിയ നാട്ടും, എന്നിട്ട് വിളിക്കും അവന്റെ കൂടെ ഇരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇങ്ങനെ ഫുളുലാത്തുകൾ പറയും, ഗീബത്തുകളും നമീമത്തുകളും ആ വടിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് വിശ്വാസികൾ. പ്രത്യേകിച്ച് റമളാനിൽ നേടിയെടുക്കാൻ കഴിയുന്ന ചൈതന്യവും അത് തന്നെയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖംസതു അശിയാഇൻ തഹബത്തു സൗമ, 5 കാര്യങ്ങൾ നിങ്ങൾ നോമ്പെടുത്തിട്ട് കാര്യമില്ല. ആ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നോമ്പിനെ പൊളിച്ചു കളയും. അൽ കദിബു വൽ ഗീബത്തു വൻ നമീമത്തു വൽ യമീനുൽ ഗമൂസു വൻ നദറു ബിശർ. ഒന്ന് പറഞ്ഞത് കളവ് പറയാ, പരദൂഷണം പറയാ, ഏഷണി പറയാ, കള്ളസത്യം, അതുപോലെ തന്നെ വികാരത്തോടെയുള്ള നോട്ടം. വിശാലമായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയതല്ലേ. നമ്മുടെ അമലുകൾ പൊളിച്ചു കളയും, നമ്മുടെ ഈമാനിക പ്രഭ ഇല്ലാതെയാക്കും. വല്ലദീന ഹും ലിസകാത്തി ഫായിലൂൻ, സകാത്തിനെ കൊടുത്തു വീട്ടുന്നവർ. കൃത്യമായി അത് മനസ്സിലാക്കി. ആരാ? 5 നേരം നിസ്കരിക്കുന്നവരാണെങ്കിലും സകാത്തിൽ ശ്രദ്ധയില്ല. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ഖുർആനിന്റെ ചില ആയത്തുകളുടെ ബന്ധിപ്പിക്കൽ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെന്ന്. എന്നിട്ട് 3 സന്ദർഭങ്ങൾ പറയുന്നു. അഖീമുസ്സലാത്ത വആതുസ് സകാ, നിസ്കാരം നിങ്ങൾ നിലനിർത്തണം, സകാത്തിനെ കൊടുത്തു വീട്ടുകയും വേണം. മറ്റൊരു സന്ദർഭം പറയുന്നു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, പ്രവാചകനെയും അനുസരിക്കണം. മറ്റൊരു സന്ദർഭം പറയുന്നു അനിഷ്കുർലി വലി വാലിദൈക, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം, നിങ്ങളെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. ഈ ബന്ധത്തെക്കുറിച്ച് പറയാണ്. അള്ളാഹനെ 100% അനുസരിച്ചു, പുണ്യ നബിയെ അനുസരിക്കുന്നതിൽ അവൻ മടി കാണിച്ചു, അത് 100% ആയില്ല. ഈ അനുസരണ യഥാർത്ഥത്തിൽ അനുസരണയല്ല. അള്ളാഹനെ അനുസരിച്ചു എന്ന് പറയുന്നത് കളവാണ്. അതുപോലെ തന്നെ 5 നേരം കൃത്യമായി നിസ്കരിച്ചു, സക്കാത്തിൽ ആ കൃത്യതയില്ല. എന്നാൽ ഈ നിസ്കാരം പോലും സ്വീകരിക്കണമെന്നില്ല. രണ്ടും 100% വേണം. അള്ളാഹിനോട് നന്ദി കാണിക്കുന്നു, മാതാപിതാക്കളെ നിരന്തരമായി പീഡിപ്പിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ നന്ദിയും ഒറിജിനലല്ല. മാതാപിതാക്കളോട് 100% നന്ദിയുണ്ടോ? അതാണ് അള്ളാഹുവിനോടുള്ള 100% നന്ദി. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാം. അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാകട്ടെ. അതുകൊണ്ട് സക്കാത്തിന്റെ കാര്യത്തിൽ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായി ക്ലാസുകൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ആ വഴിയിലേക്ക് കടക്കുന്നില്ല. പിന്നെയോ ഗുഹ്യസ്ഥാനങ്ങളെ പിന്നെ സൂക്ഷിക്കുന്നവർ അള്ളാന്റെ പൊരുത്തത്തിലായി ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ഭക്തിയോടെ ജീവിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വിശ്വാസികൾക്ക് പ്രതീക്ഷയായി അള്ളാഹ് പറഞ്ഞു കൊടുക്കുന്നു, ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അവരാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അനന്തരമെടുക്കുന്നത് എന്ന് പറഞ്ഞുവെങ്കിൽ, അങ്ങനെയുള്ള ആ സ്വർഗം അനന്തരമെടുക്കുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ ലഭിക്കപ്പെടുന്ന വിശ്വാസികളിൽ അള്ളാഹു
അള്ളാഹു നമുക്ക് സ്ഥാനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവരെ, ഈ ദീർഘമായി സംസാരിക്കുന്നത് അദബ്-കേടായിരിക്കും. ഇൽമിനേക്കാൾ വലുത് അദബാണല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇനി ഒരുപാട് കേൾക്കലല്ല, മഹാനായ ഉസ്താദിന്റെ നസീഹത്തും പ്രാർത്ഥനയുമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഞാനിവിടെ വന്നപ്പോഴാണ് ഉസ്താദ് ഇവിടെ വരുന്നത് എന്നറിഞ്ഞത്. കഴിഞ്ഞ ദിവസവും ഇതുപോലെ ഒരു സദസ്സിൽ പങ്കെടുത്തിരുന്നു. ഇനിയും ഒരുപാട് സദസ്സുകളിൽ പങ്കെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ഇവിടെ വന്നപ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഉസ്താദിന്റെ ആ ദുആയിലൊന്ന് പങ്കെടുക്കാൻ കഴിയുന്നല്ലോ എന്നുള്ള സന്തോഷമാണ്. അതിനാണ് നിങ്ങളൊക്കെ തടിച്ചുകൂടിയതും. അള്ളാഹു നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച് വിശ്വാസികൾക്ക് ലഭിക്കുന്ന സർവ്വ പ്രതീക്ഷകളും ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് നിർത്തുന്നു.